സാധാരണ ആൾക്കാർ ഈ പറയുന്ന ഒരു കാര്യമാണ് കവർ കണ്ടിട്ട് ബുക്കിനെ ജഡ്ജ് ചെയ്യില്ല എന്നുള്ളത്. പക്ഷെ എല്ലാവരും അത് തന്നെയാണ് ചെയ്യുക. അതൊരു നല്ല കവറില്ലാതെ ഒരു ബുക്ക് ആരും വാങ്ങുന്നില്ല. പല കളേഴ്സിലുള്ള ജ്വല്ലറി ഏതൊക്കെ സ്കിൻ ടോണിനാണ് മാച്ച് ആയിട്ട് പോവുക? ഗോൾഡ് എന്ന് പറയുന്നത് വാം സ്കിൻ ടോണിനാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് പോവുക. ഫേസിൽ കുറച്ച് പിങ്ക് ടോൺ ആണ് കൂടുതൽ നിൽക്കുന്നതെങ്കിൽ അവർക്ക് സിൽവർ ആണ് പോവുക. ചില ആൾക്കാർക്ക് സ്കിന്നിൽ ഇത് രണ്ടും ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ന്യൂട്രൽ എന്ന് പറയും. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് 16 കളർ പാലറ്റ് ഉണ്ട്. നമ്മൾ ഈ 16-ൽ ഒന്നായിരിക്കും. ചില കളേഴ്സ് നമുക്ക് ഇടുന്ന സമയത്ത് നമുക്ക് വിത്തൗട്ട് മേക്കപ്പ് നമ്മുടെ സ്കിന്ന് ഗ്ലോ ചെയ്യാൻ തുടങ്ങും. ബിക്കോസ് നമ്മൾ ആ കളർ പാലറ്റിലാണ് ഉള്ളത്. കുറച്ച് ഡസ്കി ആണെങ്കിൽ ഇത് ചേരില്ല, അങ്ങനെ ഒന്നും ഇല്ല. ഏതൊക്കെ ടൈപ്പ് ഓഫ് ഹാൻഡ് ബാഗ്സ് ഉള്ളത് നല്ലതായിരിക്കും? ബോഡി ഷേപ്പ് അനുസരിച്ചിട്ടും ബോഡിയുടെ ഹൈറ്റ് അനുസരിച്ചിട്ടും ഹാൻഡ് ബാഗ് ചൂസ് ചെയ്യുന്നതിനകത്തും ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ ഫേസിന് പറ്റുന്ന ഷെയ്ഡ് നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യാം? ന്യൂട്രൽ ആയിട്ടുള്ള സ്കിൻ ടോണുള്ള ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് കുറച്ച് ന്യൂഡ് ലിപ് ഷെയ്ഡ്സ് നല്ലതായിരിക്കും. കുറച്ച് വാം സ്കിൻ ടോൺ ആണെങ്കിൽ അവർക്ക് കുറച്ച് ഓറഞ്ച് കയറി നിൽക്കുന്ന രീതിയിലുള്ള ലിപ്സ്റ്റിക് ആണ് അവർക്ക് ചേരുക. കൂൾ അണ്ടർ ടോൺ ആണെങ്കിൽ 2 ബേസിക് കളേഴ്സ് പാന്റ് ഉണ്ടെങ്കിൽ ഇത്ര ഔട്ട്ഫിറ്റ്സ് നമുക്ക് കസ്റ്റമൈസ് ചെയ്തിടാൻ പറ്റും. എന്തൊക്കെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോസ്റ്റ്യൂം ആക്ച്വലി നമുക്ക് ഓഫീസിൽ ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഹെയർ സ്റ്റൈല് തീരുമാനിക്കണം എന്നുണ്ടെങ്കിൽ നോർമലി പറയുന്ന ഫേസിന്റെ ഷേപ്പ് നോക്കണം എന്നാണല്ലോ. പക്ഷെ ഫേസിന്റെ ഷേപ്പ് മാത്രമല്ല അവിടെ പ്രധാനമായിട്ടുള്ളത്. ഫേസിനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് വെച്ചോ. അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെ ഒരു സെക്ഷൻ, ഇവിടുന്ന് ഇവിടം വരെ ഒരു സെക്ഷൻ, ഇവിടുന്ന് ഇവിടം വരെ ഒരു സെക്ഷൻ. ഈ 3 സെക്ഷനും പ്രപ്പോർഷനേറ്റ് അല്ലെങ്കിൽ വാച്ചസിനകത്ത് എക്സ്പെരിമെന്റ്സ് കൊണ്ടുവരാൻ പറ്റും. ബോഡി കുറച്ച് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരാളാണ്, ഒരു റൗണ്ട് ഡയൽ പോയാൽ മതി. അപ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ്നെസ് വരും. ക്രോസ് ബാഗുകൾ ഉണ്ടല്ലോ, ബോഡിക്ക് ക്രോസ് ആയിട്ട് വരുന്ന സമയത്ത് ഇതിന്റെ ആ സ്ട്രെയിറ്റ്നെസ് അങ്ങ് അവിടെ കട്ടാവും. ബ്രൂച്ച് എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ്. ഷാറൂഖ് ഖാന്റെ ലുക്സിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനമാണ്. കുറച്ചൊരു പാർട്ടി പെർസ്പെക്റ്റീവിലേക്ക് കൊണ്ടുവരാനും പറ്റും. നമ്മൾ ഇയറിംഗ് ഇടുമ്പോൾ അത് വിസിബിൾ ആവണം. ഇയറിംഗ് എന്ന് പറയുമ്പോൾ ഫേസിന് ചുറ്റും സ്പാർക്കിൾസ് ആഡ് ചെയ്ത പോലെയാണ് ശരിക്കും ഇയറിംഗ് ഇരിക്കുന്നത്. ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫ്ലേവേഴ്സ് നമുക്ക് ആക്ച്വലി പെർഫ്യൂംസിൽ കൊണ്ടുവരാൻ പറ്റും? ഹായ് ഗൈസ്, വെൽക്കം ടു സോര പ്രസൻസ് പിങ്ക്. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അറിയാൻ ആഗ്രഹമുള്ള ഒരു എപ്പിസോഡാണ്. ഒരു ഫൺ വൈബ്രൻ്റ് എപ്പിസോഡായിരിക്കും ഇന്ന്. നമ്മൾ ഇതേപോലെ തന്നെ ഒരു എപ്പിസോഡ് മുന്നേ ചെയ്തപ്പം ഒരുപാട് പേർക്ക് ഇനിയും നമുക്ക് ഇതിലൊരു ടിപ്പ് വേണം, നമുക്ക് കുറേ കാര്യങ്ങൾ അറിയണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. യെസ്, സ്റ്റൈലിങ്ങിനെ പറ്റിയിട്ടും നമ്മൾ ഓരോ ചൂസ് ചെയ്യുന്ന ഡ്രസ്സിനെ പറ്റിയിട്ടും കളേഴ്സിനെ പറ്റിയിട്ടും മേക്കപ്പ്, ഹെയർ സ്റ്റൈൽ, അങ്ങനെ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ഒരു ഫാഷൻ ഒരു കോണ്ടൻ്റാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. സോ ഒബ്വിയസ്ലി നമുക്ക് അതിന് പറ്റിയൊരു ഗസ്റ്റ് തന്നെയാണ് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത്. ഇമേജ് ആൻഡ് കളർ കൺസൾട്ടൻ്റ് ആയ സെലിബ്രിറ്റി സ്റ്റൈലിസ്റ്റും കൂടിയായ വീണ സുരേന്ദ്രൻ. ഹായ്. ഹായ് പൂജ, ഹൗ ആർ യു? ഐ എം ഗ്രേറ്റ്. സെലിബ്രിറ്റി രീതിയിലേക്ക് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് പേരുടെ പല ഫാഷൻ സാധനങ്ങളും നമ്മൾ എന്താ പറയുക ലൈഫിലേക്ക് എടുക്കാറുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു പൊളിറ്റീഷ്യനാണ്, ഇപ്പം ഞാൻ സ്മൃതി ഇറാനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ. ആളുടെ ഒരു സ്റ്റൈൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആൾ ഇട്ട് വരുന്ന ഒരു അറ്റയർ ആയിക്കോട്ടെ, കംപ്ലീറ്റ് ആളുടെ ഒരു ആറ്റിറ്റ്യൂഡിനെ മാറി നിൽക്കുന്ന ഒരു സ്റ്റൈലിംഗ് ആണ് ആൾ ചെയ്ത് കൊണ്ടുവരുന്നത്. സോ ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇടുപ്പും എന്താ പറയുക, ആൾ വരുന്ന കുറച്ചൊരു സീരിയസ്നെസ്സും ഒക്കെ നമുക്ക് തോന്നും. അങ്ങനെ ഈ ഒരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ ഒരു അറ്റയർ ഒരാളെ ഡിഫൈൻ ചെയ്യുന്നുണ്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ഉറപ്പായിട്ടും ഒരാളുടെ അറ്റയർ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അറ്റയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രസ്സിങ്ങിൽ മാത്രമായിട്ടാണ് എപ്പോഴും നോക്കുക. ഡ്രസ്സിങ് മാത്രമല്ല, നമ്മൾ ഓവറോൾ, അതായത് അവരുടെ മേക്കപ്പും അവരുടെ ഗ്രൂമിങ്ങും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഡെഫിനറ്റ്ലി അതിനകത്ത് വരിക. ആൻഡ് ഇത് ഒരാളുടെ പേഴ്സണാലിറ്റിയുമായിട്ട് യാതൊരു മാച്ചും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ അത് അവർക്ക് സ്വാഭാവികമായിട്ട് ഇടുമ്പോൾ അവർക്ക് കോൺഫിഡൻസ് വരില്ല. ആൻഡ് കോൺഫിഡൻസ് വന്നില്ലെങ്കിൽ ഈ പറഞ്ഞ എന്ത് അറ്റയറിനും പ്രത്യേകിച്ച് വലിയ റോൾ അതിനകത്ത് ഉണ്ടാവില്ല. സാധാരണ ആൾക്കാർ ഈ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ബുക്ക് കണ്ടിട്ട് ഒരു കവർ കണ്ടിട്ട് ബുക്കിനെ ജഡ്ജ് ചെയ്യില്ല എന്നുള്ളത്. പക്ഷെ എല്ലാവരും അത് തന്നെയാണ് ചെയ്യുക. അത് ചെയ്യും. അതൊരു നല്ല കവറില്ലാതെ ഒരു ബുക്ക് ആരും വാങ്ങുന്നില്ലല്ലോ. ഇല്ല, അപ്പോൾ അവരത് ജഡ്ജ് ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ പക്ഷെ അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ, അതായത് ഞാനിങ്ങനെ മുമ്പ് ഏതൊരു വീഡിയോയിലോ എന്തോ അത് പറഞ്ഞ സമയത്ത് കുറേ ആൾക്കാർക്കുള്ള ഒരു കൺഫ്യൂഷനാണ്. അപ്പം മഹാത്മാഗാന്ധി ആക്ച്വലി അതായത് അത്രയും ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള ഒരാളാണ്, പക്ഷെ പുള്ളി ഷർട്ട് ഇടുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയാണ് പുള്ളി നടന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ വേറൊരു കാര്യം വെച്ചാൽ പുള്ളീനെ ബ്രാൻഡ് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പം നമ്മൾ
ആ ഒരു കാര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരാളെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇമേജ് വരുന്നത് പുള്ളിയുടെ തന്നെയാണ്. അതിൽ നമുക്ക് തെറ്റുന്നില്ല. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ പേഴ്സണൽ ബ്രാൻഡിങ് ആണ്. ഈ അറ്റൻഷനും ഡ്രസ്സിംഗ് എന്നും പറയുന്നത് ആക്ച്വലി കുറച്ചൊന്ന് അടുത്ത് നിൽക്കുന്ന ഇതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇപ്പം നമ്മളൊരു കൂട്ടത്തിലേക്ക് ചെല്ലുന്നു, നമുക്ക് പെട്ടെന്ന് ഒരു അറ്റൻഷൻ കിട്ടണമെങ്കിൽ ആളുടെ ഒരു ഡ്രസ്സിങ്ങും നല്ലതായിരിക്കണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു സ്മാർട്ടായിരിക്കണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആളാണ് ഞാൻ. ഇങ്ങനെ ഒരു ചിന്താഗതിയോട് എന്താണ് വീണയ്ക്ക് പറയാനുള്ളത്? വീണ അതിൽ യോജിക്കുന്നുണ്ടോ? അതിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ നോർമലി പേഴ്സണാലിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് അത് ഇരിക്കുന്നത്. ചില ആൾക്കാർ ഇൻട്രോവേർട്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ശരിക്കും ഒരു ഗ്രൂപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് മാറി നിൽക്കണം എന്ന് യാതൊരു ആഗ്രഹം ഉണ്ടാവില്ല. അവർക്ക് അതിനകത്ത് ബ്ലെൻഡ് ചെയ്ത് നിൽക്കണം എന്നേ ആഗ്രഹം ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഈ പറഞ്ഞ പോലെ നമ്മൾ അറ്റൻഷൻ കൊടുക്കുന്ന രീതിയിലുള്ളൊരു ഡ്രസ്സ് അവർക്ക് കൊടുത്ത് അവരെ സ്റ്റൈൽ ചെയ്ത് വിട്ടാൽ അവരതിലൊരിക്കലും കംഫർട്ടബിൾ ആവില്ല, അൺഈസിനെസ് ആവും. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് പറഞ്ഞ പോലെ അവർക്ക് ഈ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ അവരാകണം എന്നുള്ളതും ഒരു നിർബന്ധമാണ്. പക്ഷേ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു വെഡ്ഡിങ്ങിന് പോകുമ്പോൾ ഒരിക്കലും ബ്രൈഡിനെക്കാളും എടുത്ത് നിൽക്കാനും പാടില്ല. അതും അത് പറഞ്ഞ ഒക്കേഷൻ അനുസരിച്ചിട്ടും എവിടെയാണ് നമ്മളങ്ങനെ നിൽക്കേണ്ടതെന്ന് അനുസരിച്ചിട്ടും മാത്രമേ അത്തരം കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിക്കാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഈ കോർപ്പറേറ്റ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവർ ഈ പറഞ്ഞ പോലെ നെയിൽ പോളിഷ് അവർക്ക് ഒരിക്കലും കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് അവർ യൂസ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ പ്രസൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് കൈ എടുത്തിട്ടാണ് അവർ സംസാരിക്കുക. കയ്യിലേക്ക് അറ്റൻഷൻ പോകാൻ പാടില്ല, പറയുന്ന കാര്യത്തിലേക്ക് അറ്റൻഷൻ പോകണം. അങ്ങനെ ഉണ്ടപ്പോൾ ഈ ഡ്രാമ ഒഴിവാക്കിയാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ പറഞ്ഞ പോലെ ബാലൻസ്ഡ് ആയിരിക്കണം, നമ്മളുടെ ഉദ്ദേശം അനുസരിച്ചിട്ട് ഡ്രസ്സപ്പ് ചെയ്യണം എന്നുള്ള കാര്യമാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അല്ലാതെ വെറുതെ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ ജനറലി പറയുമ്പോൾ ആൾക്കാർക്ക് ഡ്രസ്സിങ്ങിനെ പറ്റിയൊക്കെ എല്ലാവർക്കും അഭിപ്രായമുണ്ട്, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഇത് പേർപ്പസ്ഫുള്ളി ആണ് നോർമലി അത് ചെയ്തു പോകുന്നത്. ഇപ്പം പൊതുവെ പറയാം, ഇപ്പം പഴയ കുറേ ട്രെൻഡ്സ് ഇപ്പോൾ പുതിയത് വീണ്ടും വന്നിട്ടുള്ള ഒരു ട്രെൻഡിലൊന്നാണ് ഈ ബാഗി ജീൻസ് ഒക്കെ ഇതിൽ വന്നിട്ടുള്ളത്. അപ്പം പെൺപിള്ളേർ ബാഗി ജീൻസിന് ഇപ്പം എന്തെങ്കിലും ഒരു ക്രോപ്പ് ടോപ്പോ അല്ലെങ്കിൽ ഒരു ടോപ്പ് കുറച്ചുകൂടി ഇൻസൈഡ് ചെയ്തിട്ട് അങ്ങനെ സ്റ്റൈൽ ചെയ്യുന്ന പെൺപിള്ളേരെ കണ്ടിട്ടുണ്ട്. ആൺപിള്ളേർ ബാഗി ജീൻസിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ലൂസ് ടീഷർട്ടും ബാഗി ജീൻസും ആയിട്ടാണ് നേരെ ഇപ്പോൾ ഒരു വിമന് നേരെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടാണ് അവിടെ സ്റ്റൈലിങ് വരുന്നത്. സോ ഇത് പല രീതിക്കും ആൾക്കാർക്ക് ഇപ്പോൾ ഒരു കൂട്ടത്തിൽ അതിനൊരു അറ്റൻഷൻ കിട്ടുന്നാലും. സോ ഈ അറ്റൻഷൻ നമ്മൾ അതിന് വേണ്ടി നമ്മൾ ഒരു ഡ്രസ്സ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള കസ്റ്റമൈസേഷനും അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതല്ലേ? യെസ് ഡെഫിനറ്റ്ലി. അതായത് നമ്മൾ അറിഞ്ഞോ അറിയാതെ സത്യത്തിൽ ട്രെൻഡിൻ്റെ ഭാഗമായി പോകുന്നുണ്ട്. ചില ആൾക്കാർ ട്രെൻഡിനോട് താല്പര്യമില്ലാത്ത ആൾക്കാരായിരിക്കും. പക്ഷെ സ്റ്റിൽ നമ്മൾ ബിക്കോസ് നമുക്ക് നമ്മളൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ചെന്നാൽ അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഈ ട്രെൻഡിനനുസരിച്ചിട്ടായിരിക്കും. അത് ഫാഷൻ്റെ ഇൻഡസ്ട്രിയുടെ ഒരു പ്രത്യേകതയാണ്. അവർക്ക് ഇത്രയും ഫാസ്റ്റായിട്ട് പോയിട്ടില്ലെങ്കിൽ ആ ഫാഷൻ ഇൻഡസ്ട്രി നിൽക്കത്തില്ല. ഇപ്പോൾ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ട്രെൻഡ് മാറ്റുമ്പോൾ നമ്മളറിയാതെ അതിൻ്റെ അകത്തായിപ്പോവും. പക്ഷേ ഈ പറഞ്ഞ പോലെ അവിടെയും ഈ കംപ്ലീറ്റ് ട്രെൻഡ് നമ്മൾ അങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞ നമ്മുടെ പേഴ്സണൽ ഒരു എസൻസ് അതിനകത്ത് ഉണ്ടാവത്തില്ല. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്, നമ്മൾ ഈ പേഴ്സണൽ എസൻസും കൊണ്ട് നടന്നിട്ട് ട്രെൻഡിനനുസരിച്ച് നമുക്ക് മാറാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ ആൾക്കാർക്ക് പ്രശ്നമാവും, അയ്യോ എനിക്കത് ചേരുന്നില്ല, എനിക്കത് ഇടാൻ പറ്റുന്നില്ല, അപ്പം എൻ്റെ ബോഡിയുടെ പ്രശ്നമാണെന്നുള്ള കോൺഫിഡൻസ് പ്രശ്നം അങ്ങനെ ഉണ്ടാവാം. അപ്പോഴാണ് നമുക്ക് ഈ പറയുന്ന പോലെ പേഴ്സണലി അതിനൊന്ന് സ്റ്റൈൽ ചെയ്ത് മാറ്റുന്ന, ചെറിയ രീതിയിൽ ബോഡി ഷേപ്പിനനുസരിച്ചിട്ട് ചെറിയ രീതിയിൽ അതിനെ ഒന്ന് മാറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഹൈറ്റ് ഉള്ളവർ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ കേർവ്സ് ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ ഓക്കെ ആക്കണം എന്നുള്ളത്. ഇപ്പോൾ കുറച്ചും കൂടി ഈ ബാഗി ജീൻസും അങ്ങനത്തെ കാര്യങ്ങളും ചെറുതായിട്ട് ഔട്ട് ഓഫ് ഫാഷനിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു ട്രെൻഡ് ഇങ്ങനെ മാറി വരുന്നുണ്ട്. ഞാൻ പേഴ്സണലി അതായത് ഞാൻ ഈ ട്രെൻഡ്സോ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരു കോഴ്സോ ഒക്കെ ചെയ്യുന്നതിന് മുൻപ്, പേഴ്സണൽ സ്റ്റൈലിങ്ങിനെ പറ്റിയൊക്കെ അറിയുന്നതിന് മുൻപ് എനിക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഡ്രസ്സിനെ പറ്റിയൊക്കെ നോർമലി എനിക്ക് ഒരുപാട് കോംപ്ലിമെൻറ്റ്സ് കിട്ടാറുണ്ട്. കിട്ടുമ്പോഴും എനിക്ക് കോൺഫിഡൻസ് ഇല്ല. ബിക്കോസ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഈ ട്രെൻഡ് കോപ്പി ചെയ്യുന്നു എന്ന് മാത്രമാണ്. അപ്പോൾ അതിനുശേഷം ഞാനിങ്ങനെ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് അങ്ങനെയല്ല, എന്ത് ട്രെൻഡ് വന്ന് പോയാലും എനിക്ക് ഒരു എസൻസ് ഉണ്ട്. ആ എസൻസ് നമ്മളുടെ പല കാര്യങ്ങളിലെടുത്ത് കാണാൻ പറ്റും. ഇത് ആക്ച്വലി ഭയങ്കര എംപവറിങ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് നമ്മളെപ്പറ്റി കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് വരും, നമുക്ക് നമ്മളെപ്പറ്റി അറിയാൻ പറ്റും. ഓക്കെ, നമ്മളത് വെറുതെ ചെയ്യുന്നതല്ല, നമ്മുടെ പേഴ്സണാലിറ്റി അതിലൂടെ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അതേ പറഞ്ഞ പോലെ കുറേ ആൾക്കാർക്ക് അത് അറിയത്തില്ല, ഇതിനകത്ത് എത്രത്തോളം ഈ ഒരു ഡ്രസ്സിങ്ങും സ്റ്റൈലിങ്ങും എംപവറിങ് ആണെന്നുള്ളത്. അതറിയുമ്പോൾ അത് കുറച്ചും കൂടെ രസമുള്ള കാര്യമാണ്. ഇപ്പം ഭയങ്കര ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റിയിൽ ചോദിക്കുകയാണ്, ഇപ്പം ബാഗി ജീൻസും ഒരു ടീഷർട്ടും വീണയ്ക്ക് തരാണെങ്കിൽ വീണ എന്തൊക്കെ തരത്തിൽ സ്റ്റൈൽ ചെയ്യും?
ഐ മീൻ പേഴ്സണലി എൻ്റെ ബോഡിയിലാണോ അതോ വേറൊരാളുടെ ബോഡിയിലാണോ എങ്ങനത്തെ ഒരു എങ്ങനെ ബോഡിയാണെന്നുള്ള വേണമെങ്കിലും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ കാര്യമാണെങ്കിൽ എനിക്ക് ഞാൻ ഹൈറ്റ് കുറഞ്ഞ ഒരാളാണ്. എനിക്കൊരു 149 ഒക്കെ ഉള്ളൂ എൻ്റെ ഹൈറ്റ്. സോ എൻ്റെ മെയിൻ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞത് എൻ്റെ ഹൈറ്റ് കുറവാണ്. ആൻഡ് ഓൾസോ ഞാൻ വരുന്നത് എൻ്റെ ഒരു ബോഡി ഷേപ്പ് വരുന്നത് അവർ ഗ്ലാസ്സിലാണ്. അപ്പോൾ അവർ ഗ്ലാസ് പ്ലസ് പെറ്റീറ്റാണ്. അവർ ഗ്ലാസ് എന്ന് പറഞ്ഞത് ഒരു ബോഡി ഷേപ്പാണ്. അവർ ഗ്ലാസ് പറഞ്ഞ ബോഡി ഷേപ്പ് നമ്മൾ ഈ അവർ ഗ്ലാസിൻ്റെ പഴയ മറ്റേ ടൈം അതിനുള്ള സാധനം അറിയത്തില്ലേ, ആ അവർ ഗ്ലാസ് ആണ്. അതേപോലെ തന്നെയാണ് ആ ബോഡി ഇരിക്കുക. വേസ്റ്റ് ലൈൻ ഏറ്റവും ചെറുതായിരിക്കും, പക്ഷേ നമ്മളുടെ ഹിപ്പിൻ്റെ ഏരിയയും ഷോൾഡറിൻ്റെ ഏരിയയും ഏറെക്കുറെ ബാലൻസ്ഡ് ആയിരിക്കും. നോർമലി നമ്മൾ കേട്ടിട്ടുള്ളത് ഇതാണ് ഐഡിയൽ ബോഡി ഷേപ്പ് എന്നാണ്. ഓക്കെ, എല്ലാവരും പറയാറുള്ളത് മോഡൽസിനൊക്കെ ഉള്ള ബോഡി ഷേപ്പ് എന്നാണ്. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. ബിക്കോസ് അത് കുറച്ചും കൂടെ ഹൈറ്റ് ഉള്ള ഒരാൾക്കും കുറച്ച് മെലിഞ്ഞൊരാൾക്കുമാണ് അത് ഭയങ്കര നന്നാവുക. ഞാനിതിനകത്തുള്ളത് അവർ ഗ്ലാസ് പ്ലസ് പെറ്റീറ്റാണ്. പെറ്റീറ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആയിട്ടുള്ള ആൾക്കാർ, അത് സെപ്പറേറ്റ് കാറ്റഗറിയാണ്. അപ്പോൾ ആ കാറ്റഗറി എന്ന് പറയുമ്പോൾ നമ്മൾ ഒറിജിനലി നമ്മൾ അതിന് മേജറായിട്ട് ഫോക്കസ് കൊടുക്കേണ്ടത് ഷോർട്ടാണെങ്കിൽ ഹൈറ്റ് തോന്നിക്കുക എന്നുള്ളതാണ്. ഹൈറ്റ് തോന്നിക്കണം എന്നുണ്ടെങ്കിൽ വെർട്ടിക്കൽ ലൈൻ കാലിൻ്റെ അവിടെ കൂടുതൽ കൊണ്ടുവരിക, ഒരു വെർട്ടിക്കൽ ഇല്യൂഷൻ കൊണ്ടുവരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാഗി ജീൻസ് ആണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് അത് ഫിറ്റായി കിടക്കുക എന്നുള്ളതാണ്. ആ വെർട്ടിക്കൽ ലൈൻ കംപ്ലീറ്റ് കൊണ്ടുവരിക. പിന്നെ എനിക്കുള്ളത് ഞാൻ പറഞ്ഞല്ലോ ചെറിയ വേസ്റ്റ് ലൈനാണ്. അപ്പോൾ വേസ്റ്റ് ലൈനിനെ കംപ്ലീറ്റ് ആയിട്ട് ഹൈഡ് ചെയ്യുന്ന രീതിയിൽ ഇത് ഓപ്പൺ ആയിട്ട് ആ ടീഷർട്ട്, ഓവർസൈസ്ഡ് ടീഷർട്ട് ഇടാൻ പറ്റില്ല. അപ്പോൾ വേസ്റ്റ് ലൈൻ ഡിഫൈൻ കൊടുക്കണം, ഡെഫിനിഷൻ കൊടുക്കുകയും വേണം, എന്നാൽ ഈ സ്റ്റൈല് നമുക്ക് കൊണ്ടുവരികയും ചെയ്യണം. അപ്പോൾ നോർമലി ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ബാക്കിൽ ഒന്ന് ടക്കിൻ ചെയ്യാം, ഫ്രണ്ടിലേക്ക് ഒരു വി പോലെ ഒരു കോർണർ കൊണ്ടുവരാം, അതല്ലെങ്കിൽ സൈഡ് ടക്കിൻ ചെയ്യാം. അതുമല്ലെങ്കിൽ ഫ്രണ്ടിൽ മാത്രം ടക്കിൻ ചെയ്തിട്ട് ബാക്കിൽ ലൂസായിട്ടിടാം. നമ്മൾ പറഞ്ഞ കംപ്ലീറ്റ് ആയിട്ട് മൊത്തം ടക്കിൻ ചെയ്ത് ഇൻസേർട്ട് ചെയ്ത് അങ്ങനെ ചെയ്ത് പോകണം എന്നില്ല. മനസ്സിലായി. ഇതേപോലെ ഒരു ഹൈറ്റ് ഉള്ള ആളാണെങ്കിൽ ഹൈറ്റുള്ള ആളാണെങ്കിൽ ബാഗി ജീൻസ് എപ്പോഴും നല്ലത് തന്നെയാണ്. ആൻഡ് ബാഗി ഈ ഓവർസൈസ്ഡ് ആയിട്ടുള്ള ടീഷർട്ടും നല്ലതാണ്. പക്ഷേ അവർക്ക് ഉള്ളൊരു പ്രശ്നം, അവരുടെ ഇപ്പം നല്ല ഹൈറ്റ് ആയിട്ടുള്ള ഇപ്പം അവർ ഗ്ലാസ് ബോഡി ഷേപ്പ് ആണെങ്കിലും ഇതേ കാര്യം ചെയ്യണം, വേസ്റ്റിൻ്റെ ഭാഗത്തൊരു ഡെഫിനിഷൻ എവിടെയെങ്കിലും കൊണ്ടുവരണം. അതല്ല ഇപ്പോൾ റെക്റ്റാങ്കിൾ പോലത്തുള്ളൊരു ബോഡി ഷേപ്പ് ആണെങ്കിലും വേസ്റ്റിൻ്റെ ഭാഗത്ത്, റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ കറക്റ്റ് അതിനകത്ത് ഷേപ്പേ ഉണ്ടാവത്തില്ല, അത് റെക്റ്റാങ്കിൾ പോലെ ഇരിക്കും, സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും, കേർവ് ഉണ്ടാവില്ല. അവർ ഗ്ലാസ്സിന് കേർവ് ഉണ്ടാവും. മനസ്സിലായി. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇപ്പോൾ എവിടെയാണോ നമുക്ക് ഇല്ലാത്ത കാര്യം എന്താണോ അത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പം ചില ആൾക്കാർ ഇപ്പം ആപ്പിൾ ബോഡി ഷേപ്പ് എന്ന് പറയും, ആപ്പിൾ ബോഡി ഷേപ്പ്, പെയർ എന്ന് പറഞ്ഞ ബോഡി ഷേപ്പ്. ആപ്പിൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ആക്ച്വലി നമ്മൾ ഈ റെക്റ്റാങ്കിളിൽ പറയുന്നത് പോലെ തന്നെ അവർക്ക് കേർവ്സ് ഇല്ല, പക്ഷെ അവർ ഫുള്ളറായിട്ടിരിക്കുകയാണ്. റെക്റ്റാങ്കിൾ സ്ട്രെയിറ്റ് ആയിട്ടാണെങ്കിൽ മറ്റതിനൊരു കേർവോട് കൂടി അവർ ഫുള്ളറായിട്ടിരിക്കുക. അപ്പോൾ അതിന് ബാലൻസ് ചെയ്യണമെങ്കിൽ വേസ്റ്റ് ലൈൻ അവിടെയും ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. ഹൈറ്റുള്ള ആൾക്കാർക്ക് ഒരുവിധപ്പെട്ട ഇപ്പം നല്ല ഹൈറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒരുവിധപ്പെട്ട ഫാഷൻ സ്റ്റൈലുകളൊക്കെ വലിയ കുഴപ്പമില്ലാതെ ചെയ്തു പോകാൻ പറ്റും. ബിക്കോസ് കുറച്ചും കൂടെ നമുക്ക് ബാലൻസ്ഡ് ആക്കി വെക്കാൻ പറ്റും. അത് ഷോർട്ടായിട്ടുള്ള പെറ്റീറ്റ് ഫ്രെയിംസിൽ വരുമ്പോഴാണ് അത് കുറച്ചും കൂടി പ്രശ്നമാവുന്നത്. പിന്നെ ഹൈറ്റായിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടെ ഹൈറ്റ് കുറഞ്ഞു തോന്നിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ലൈറ്റർ കളർ ഷെയ്ഡ്സ് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ബോഡിയിലേക്ക്, അതായത് ഏതെങ്കിലും ഒരു പാർട്ടിലേക്ക് കുറച്ച് ലൈറ്റർ കളറും ഒരു പാർട്ടിലേക്ക് ഡാർക്കർ ടോൺസും കൊടുക്കുകയാണെങ്കിൽ ഫ്രെയിം കട്ടാവും. കോൺട്രാസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രെയിം കട്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു വെർട്ടിക്കൽ ലൈൻ ഫീൽ ചെയ്യത്തില്ല. അങ്ങനെയാണ് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുക. നേരെ വെച്ച് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് ചെയ്യരുത്. ഇല്ല, അതെ, ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് കൂടുതൽ മോണോക്രോമാറ്റിക് കൊണ്ടുവരാൻ പറ്റും. മോണോക്രോമാറ്റിക് ആവുമ്പോൾ, മോണോക്രോമാറ്റിക് എന്ന് പറയുമ്പോൾ സെയിം കളർ തന്നെ ഇടണം എന്നല്ല, മാച്ചിങ് ആയിട്ട് ഇടണം എന്നല്ല പറയുക. അതിൽ കുറച്ചും കൂടെ മറ്റേ ഒരേ ഫാമിലിപ്പെട്ട പല ഷെയ്ഡ്സ് കൊണ്ടുവന്നിട്ട് അവർക്കത് മിക്സപ്പ് ചെയ്തിടാം. അപ്പോൾ അവർക്ക് ഹൈറ്റ് തോന്നും. ഇപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ. നമ്മൾ ഈ മെന്നിലേക്ക് വരുമ്പോൾ ഒബ്വിയസ്ലി ഈ പറഞ്ഞ പോലെ കോസ്റ്റ്യൂംസിൽ, ആക്സസറീസിൽ ഇതെല്ലാം ഭയങ്കരമായിട്ട് ഇപ്പോഴും എന്തൊരു ടാബു ഉള്ളൊരു സൊസൈറ്റിയാണ് നമ്മുടെ. റീസെൻ്റ്ലി ഒരു ആക്ടർ ടോപ്പിൻ്റെ കൂടെ ഒരു പാവാട സ്റ്റൈൽ ചെയ്തൊന്നും പറഞ്ഞിട്ട് കിട്ടാത്ത ട്രോളുകളില്ല. ബട്ട് ഫ്രം മൈ പെർസ്പെക്റ്റീവ് ഹീ ട്രൈഡ് സംതിങ് ന്യൂ. ലൈക്ക് ഇതേവരെ കാണാത്തൊരു കാര്യം നമ്മൾ ട്രൈ ചെയ്യുന്നു. ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഓക്കെ, അത് അവന് ചേരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറി, ബട്ട് അതൊരു ഫാഷൻ സ്റ്റേറ്റ്മെൻ്റ് അല്ലേ, ലൈക്ക് അതിലൊരു കസ്റ്റമൈസേഷൻ വരുന്നില്ലേ. അപ്പോൾ അതെന്നെ ഇവിടെ എടുക്കാൻ പറ്റുന്നില്ല. ഇപ്പം ഈ മെന്നിൽ തന്നെ പല ആൾക്കാരും ഈ പറഞ്ഞ പോലെ ബ്രേസ്ലെറ്റ്, ചിലപ്പോൾ ഒരു കമ്മലൊക്കെ ഇപ്പോൾ ഓക്കെ ആണ്, ബട്ട് അല്ലാത്ത ആക്സസറീസ് കാര്യങ്ങളൊന്നും ആരും ചെയ്യാറില്ല. സോ ഫ്രം യുവർ ഒപ്പീനിയൻ അല്ലെങ്കിൽ യുവർ പെർസ്പെക്റ്റീവ് എന്തൊക്കെ കാര്യങ്ങൾ മെന്നിൽ ഈ കസ്റ്റമൈസ് ചെയ്ത് ആക്സസറീസിൽ കൊണ്ടുവരാൻ പറ്റും?
ആക്സസറീസിൽ ഡെഫിനറ്റ്ലി ഇപ്പം എനിക്ക് ഈ പറഞ്ഞ പോലെ മെന്നാണെങ്കിൽ അവർ ഭയങ്കരമായിട്ട് അവർ മൂക്കുത്തി ഇടുന്നത്, അവർ ആക്സസറീസ് ചെയ്യുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആക്സസറീസ് വരുമ്പോൾ ആ ഒരു അവർ കുറച്ചും കൂടെ അവരുടെ ഒരു 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 സോഫ്റ്റ് നേച്ചറും കൂടെ പണ്ടും മസ്കുലിനായിട്ട് നിന്ന ഒരു സാധനത്തിൽ നിന്ന് കുറച്ചും കൂടെ നമുക്ക് മറ്റേ ഇടിവാളയൊക്കെ ഇടുമായിരുന്നു. യെസ് ഇപ്പൊ നമുക്ക് കുറച്ചും കൂടെ അപ്രോച്ചബിൾ ആയിട്ട് തോന്നും. അവരുടെ ഒരു കാര്യം അങ്ങോട്ട് പോയി ചോദിക്കാൻ തോന്നും. അത് വേറെ മേ ബി ആക്സസറീസിന്റെ ഒരു പ്രത്യേകതയായിരിക്കും. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഫാഷനൊക്കെ ആൻഡ്രോജനസ് ആയിട്ടാണ് വരിക. മെന്നിനും വിമനും ഒരുപോലെ ആണത് പോവുക. എൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഹാരി സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹാരി സ്റ്റൈൽസിന്റെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോലും ഓക്കെ അവർ എക്സ്പെരിമെന്റ് ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് തോന്നുന്നു മെന്നിന്റെ ഒരു പ്രശ്നമേ മെന്നിന് സ്റ്റൈൽ ചെയ്യാൻ സത്യത്തിൽ ഭയങ്കര എളുപ്പമാണ്, ഈസിയാണ്. കാരണം അവരൊരു സ്ട്രക്ചറിൻ്റെ അകത്താണുള്ള ആ സ്ട്രക്ചർ വിട്ടിട്ട് അവരുടെ ഒരു സാധനവും പോകുന്നില്ല. ഇപ്പം നോർമലി അവർക്ക് പാൻസ് ഷർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോർമലി പോവുക. പക്ഷേ ഈ സ്ട്രക്ചർ അതുകൊണ്ട് തന്നെ കുറച്ച് ലിമിറ്റഡ് സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ അവരെ സ്റ്റൈൽ ചെയ്യാൻ സത്യത്തിൽ എളുപ്പമാണ്. സോ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അവർ അത്ര ഡിഫൈൻ ചെയ്യാൻ ഭയങ്കര സിമ്പിളായിട്ടാണ് ആ സാധനം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനെ കുറച്ചും കൂടി ഒന്ന് ഫ്ലെക്സിബിൾ ആയി തുടങ്ങിയാൽ എനിക്കൊന്ന് മൊത്തത്തിൽ സൊസൈറ്റി കുറച്ചും കൂടെ എളുപ്പമാവും, കാര്യങ്ങൾ കുറച്ചും കൂടെ അപ്രോച്ചബിൾ ആവും അവരും. ആൻഡ് ഈ ആക്സസറീസിൻ്റെ കാര്യത്തിൽ ഇപ്പം ഇവർക്ക് ഈ അത്തരം ആക്സസറീസ് ഒന്നും ഇഷ്ടമല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും വാച്ചസ് അവർ നോർമലി യൂസ് ചെയ്യുന്നതാണ്. വാച്ചസിനകത്ത് എക്സ്പെരിമെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റും. അവർ യൂസ് ചെയ്യുന്ന വാച്ചസിൻ്റെ അകത്ത് ഇപ്പം നോർമൽ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും കാണുന്നതിൻ്റെ ഡയൽസിൻ്റെ ഈവൻ ഡയൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് പോലും ഇപ്പോൾ കുറച്ച് കേർവി ആയിട്ട് റൗണ്ട് ഡയൽസ് ചൂസ് ചെയ്യുമ്പോൾ അത് കേർവി ആവും. നമ്മളൊരു നോർമൽ ഒരു സാധനത്തിൽ നിന്നൊന്നും മാറി നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ബോഡി കുറച്ച് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരാളാണ്, അയാൾക്ക് കുറച്ചും കൂടെ അപ്രോച്ചബിലിറ്റി വേണം. പക്ഷെ അയാൾക്ക് ഒരുപാട് ആക്സസറീസ് ചൂസ് ചെയ്യാൻ താല്പര്യമില്ല. ഒരു റൗണ്ട് ഡയൽ പോയാൽ മതി. അപ്പോൾ കുറച്ചും കൂടെ ഒരു സോഫ്റ്റ്നെസ് വരും. ഈ സ്ട്രെയിറ്റ് സാധനങ്ങൾ അങ്ങോട്ട് മാറിയിട്ട് എഡ്ജസ് ഒഴിവാക്കുക. ഈവൻ അവർ ബാഗ്സ് യൂസ് ചെയ്യുമല്ലോ. ബാഗ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഭയങ്കര ഈ പറഞ്ഞ പോലെ അവരുടെ ബോഡി ഷേപ്പ് ഭയങ്കര സ്ട്രക്ചേർഡ് ആണെങ്കിൽ ഈ ക്രോസ് ബാഗുകളുണ്ടല്ലോ, ഫാനി പാക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ ബോഡിക്ക് ക്രോസ് ആയിട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ ആ സ്ട്രെയിറ്റ്നെസ് അങ്ങ് അവിടെ കട്ടാവും. അപ്പോൾ കുറച്ചും കൂടെ അവർക്ക് ഈ പറയുന്ന പോലെ ഒരേ സമയം കുറേ സാധനങ്ങൾ ആഡ് ചെയ്യാതെ അവർക്ക് ഈ അപ്രോച്ചബിലിറ്റി കൊണ്ടുവരാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ഇപ്പം ഓക്കെ ഇപ്പം നമ്മൾ മെൻ ആക്സസറീസ് എന്നുള്ള രീതിക്ക് പറഞ്ഞുകൊണ്ട് കുറച്ച് സ്റ്റൈല് വീണ തന്നെ പറയും. ഇപ്പം ലൈക്ക് ഒരു ഫോർമൽ ഷർട്ട്, ഫോർമൽ പാൻറ്റ്. ഇപ്പൊ ഞാൻ ആക്ച്വലി ഒരു വീഡിയോയിൽ തന്നെ കണ്ടു കേട്ടോ, പാന്റിന്റെ ഷേപ്പ് തന്നെ മാറുമ്പോൾ ആക്ച്വലി ആ ലുക്ക് തന്നെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് കാണുന്നത്. അപ്പം അങ്ങനെ കുറച്ച് ലുക്സ് എടുത്തിട്ട് ഇപ്പം ഇന്നതാണെങ്കിൽ അതിനൊരു വാച്ച് അങ്ങനെ സ്റ്റൈൽ ചെയ്തൊരു 4 ലുക്സ് പറയാൻ പറഞ്ഞാൽ ഒരു 4 ലുക്സ്. ജെൻസിൻ്റെത് ഇപ്പം നമ്മൾ നോർമലി പറയുക ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള സാധനങ്ങൾ കോർപ്പറേറ്റ് എന്നുള്ള കാര്യം വരുമ്പോഴാണ് അതിൻ്റെ അകത്ത് ഈ ബ്ലേസർ കോട്ടുകളും വിത്ത് ഷർട്ട് പാൻറ്റിൻ്റെ സ്ട്രക്ചർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരിക. അപ്പോൾ അതിനകത്തുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ബാഗ് അങ്ങനെയുള്ള സമയത്ത് ഇവർക്ക് പറയുന്നത് കുറച്ചും കൂടെ സ്ട്രക്ചറാണ് വേണ്ടത്. ബിക്കോസ് അവർ വർക്ക് ചെയ്യുന്ന കുറച്ചും കൂടെ പ്രൊഫഷണലായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടി അപ്പോൾ കുറച്ചും കൂടെ സ്ട്രക്ചർ ആകാം. അതേ ആൾ തന്നെ കുറച്ച് കാഷ്വൽ ആയിട്ടുള്ളൊരു സ്ഥലത്താണ് പോകുന്നതെങ്കിൽ അവർക്ക് ഡിഫറെൻ്റ് ആയിട്ട് ശരിക്കും കാഷ്വൽ എങ്ങനെയാകണം അങ്ങനെ ആക്കി കൊടുക്കുന്നതാണ് ഒരുവിധപ്പെട്ട. എനിക്ക് തോന്നുന്നു ഇവിടേക്കുള്ള ആൾക്കാർ കൂടുതൽ ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻസൊക്കെ കുറേ പേർക്കുള്ള വലിയൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഓഫീസിൽ പോകുന്നൊരു ലുക്കിലായിരിക്കും. ഇപ്പം ചിലപ്പോൾ സ്വന്തം കമ്പനി ആണെങ്കിൽ അവർക്ക് എന്ത് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അവരൊരു സെമി ഫോർമൽസ് പോലെ പോകും. അവരത് തന്നെയാണ് അവരുടെ കാഷ്വൽസിൽ യൂസ് ചെയ്യുക. കുറേ നാൾ കഴിയുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ഇവർക്ക് മടുക്കാൻ തുടങ്ങും, ലൈഫ് മടുക്കാൻ തുടങ്ങും. കാരണം ഇത് മിക്സായിപ്പോയി, ഇതിന് ഡിഫറൻഷിയേഷൻ ഇല്ല. അപ്പോൾ ആണ് അവർ വന്നിട്ട് ഇതിനെന്താ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുക. അപ്പോൾ നമ്മൾ ശരിക്കും അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൊടുക്കും, ഇതിന് കാഷ്വലാക്കി കൊടുക്കും. അപ്പം ആ കാഷ്വൽ ആക്കുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ഒരു നിയമം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരുടെ ബോഡി ഒരു ഓവൽ ഷേപ്പിലൊക്കെയാണ്, കുറച്ച് റൗണ്ടഡ് ഫീച്ചേഴ്സാണ് അവർക്കുള്ളതെങ്കിൽ നമ്മളതിനൊരു സ്ട്രക്ചർ കൊണ്ടുവരും. ഇപ്പം സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കുറച്ച് തടിയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഞാനൊരു ക്യൂബൻ കോളർ ഷർട്ട്സ് ഒക്കെ കൊടുക്കും, അല്ലെങ്കിൽ ഒരു വീനൊക്കെ എപ്പോഴും വരുന്ന രീതിയിൽ അങ്ങനെ ഒരു ഇല്യൂഷൻ വരുന്ന രീതിയിൽ കൊടുക്കും. കാഷ്വലായിട്ട് കൊടുക്കുന്ന സമയത്ത് ഹാഫ് സ്ലീവിലേക്ക് ഒന്ന് എന്തുകൊണ്ട് പൊയ്ക്കൂടാന്നുള്ള രീതിയിൽ അതിലേക്ക് ട്രൈ ചെയ്ത് കൊടുക്കും. അപ്പം ചില ആൾക്കാർക്ക് ഇതുമല്ല, ഇതിൻ്റെ ഇടയിൽ സെമി ഫോർമൽസിൽ നിൽക്കണം എന്ന് പറയും. കാഷ്വൽസ് ഉണ്ട്, ഫോർമൽസ് ഉണ്ട്, സെമി ഫോർമൽസും ഉണ്ട്. സെമി ഫോർമൽസും നമുക്ക് ഈ പറയുന്ന പോലെ ചില ഒഫീഷ്യൽ സ്ഥലത്തേക്ക് പോകണം, എന്നാൽ നമുക്ക് ഒരുപാടങ്ങ് മറ്റേ ഒഫീഷ്യൽ അങ്ങനെ ഒരു ലുക്കിലേക്ക് പോകാനും പാടില്ല. അപ്പോഴാണ് നമ്മൾ ജീൻസ് കൂടുതലായിട്ട് അവിടെ കൊടുത്തിട്ട് ഈ ഫോർമൽ ഷർട്ടുകൾ തന്നെ ഇവിടെ റീസ്റ്റൈൽ ചെയ്യും.
അപ്പോൾ ഇതൊരു ഈ പറഞ്ഞ പോലെ ഫോർമൽസ് എന്നുള്ളത് ഒരു കാറ്റഗറി ആയി, ഒരു സെമി ഫോർമൽസ് എന്ന് പറയുന്നത് ഈ ഒരു കാറ്റഗറി ആയി. കാഷ്വൽസിലേക്ക് പോകുമ്പോൾ മേ ബി നമുക്ക് നോർമൽ പാൻസ് ആക്കാം, കാർഗോ പാൻസ് ആക്കാം, ഹാഫ് സ്ലീവ് ഷർട്ട് ആക്കാം, അങ്ങനെയുള്ള എന്ത് സാധനങ്ങളും അവർക്ക് പോകും. പിന്നെയുള്ളത് അടുത്തത് എത്നിക്കിലേക്ക് പോകുന്നു വെച്ചോ. എത്നിക്കിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ എത്നിക്കിൽ ഒരുപാട് ഈ പറഞ്ഞ പോലെ കുർത്താസിലേക്ക് നമ്മൾ പോകും. പണ്ട് ആയിരുന്നു ഷർട്ട് പാൻറ്റ് അങ്ങനത്തെ സാധനങ്ങൾ മാത്രം വരിക, കുർത്താസിലേക്ക് നമുക്ക് പോകും. ഈ കുർത്താസിലും ഇപ്പോൾ ഉള്ള ആൾക്കാർ കൂടുതലായിട്ടും എനിക്ക് തോന്നുന്നു ചെയ്യുന്ന ഒരു കാര്യം, ഇപ്പം നമ്മൾ ഗേൾസിൻ്റെ നമ്മളിപ്പം എടുക്കുന്ന പേസ്റ്റൽ ഷെയ്ഡ്സ് ഒക്കെ ആയിരുന്നു ഒരു ട്രെൻഡിലുണ്ടായിരുന്നു. അവരതേപോലെ പേസ്റ്റൽ ഷെയ്ഡ്സ് ഇവിടെ എടുക്കാൻ തുടങ്ങി. കളേഴ്സിൽ അവർ ഈ പറഞ്ഞതുപോലെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ തുടങ്ങി. അത്തരം കാര്യങ്ങളെല്ലാം വരാൻ തുടങ്ങി. ഇനി അടുത്തൊരു പാർട്ടി വെയർ എന്ന് പറഞ്ഞത് നമ്മൾ ഈ ഫോർമൽസിനെ തന്നെ നമ്മൾ കുറച്ച് ഈ ആക്സസറീസ് ചെയ്ത് ഈ ഫോർമൽസിന് ഒരു ബ്രൂച്ച് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. സ്വാഭാവികമായിട്ട് ആക്സസറിയാണ്. നമുക്കിപ്പം എനിക്ക് തോന്നുന്നു ഷാറൂഖ് ഖാൻ്റെ ലുക്സിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനമാണ്. ആ ഒരു ആക്സസറി അതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഫോർമൽസിൽ തന്നെ അതൊന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ കുറച്ചൊരു പാർട്ടി പെർസ്പെക്റ്റീവിലേക്ക് കൊണ്ടുവരാനും പറ്റും. അപ്പോൾ ഒരേ സാധനം തന്നെ റീസ്റ്റൈൽ ചെയ്ത് പലതരത്തിൽ നമുക്ക് ഒരു 5 ലുക്കിലേക്ക് ഒരാളിൽ തന്നെ അയാളുടെ പേഴ്സണാലിറ്റിയിൽ നിന്ന് പോകാതെ ഒക്കേഷൻ്റെ ബേസിസിൽ നമുക്ക് അയാൾ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഓക്കെ. ഈ ജെൻസിന്റെ ഈ കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ പറയണ കൂട്ടത്തിൽ തന്നെ ഇപ്പൊ എനിക്കറിയാവുന്ന മിക്ക പിള്ളേർക്കും ഏറിപ്പോയൊരു 4 ഷർട്ട് അല്ലെങ്കിൽ 2 ജീൻസ് ഇതന്നെ ഇട്ടിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പോകണം. പക്ഷെ എപ്പോഴും ഞാൻ പറഞ്ഞിട്ട് സെയിം ഇത് കണ്ടു മടുത്തറാന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ പറയാം ഒരു 4 കളേഴ്സ് തരാണ്, ഒരു 2 ബേസിക് കളേഴ്സ് പാൻറ് ഉണ്ടെങ്കിൽ എത്ര ഔട്ട്ഫിറ്റ്സ് നമുക്ക് എന്താ പറയുക കസ്റ്റമൈസ് ചെയ്തിടാൻ പറ്റും? ബേസിക് കളേഴ്സ് ആവുമ്പോൾ, അതായത് ഇപ്പം നമ്മൾ നോർമൽ ബ്ലാക്ക്, വൈറ്റ്, ബേജ് അങ്ങനത്തെ ഉള്ള കളേഴ്സ് എന്ന് വെച്ചോ, അല്ലെങ്കിൽ ന്യൂട്രൽ കളേഴ്സ് എന്ന് പറയുന്ന കളേഴ്സ്, ഈ കളേഴ്സ് ആവുമ്പോൾ നമുക്ക് ആക്ച്വലി എങ്ങനെ വേണമെങ്കിലും ഏതിൻ്റെ കൂടെയും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം. അതിനെയാണ് നമ്മൾ നോർമലി ക്യാപ്സൂൾ വാർഡ്രോബ് എന്ന് പറയുന്നത്. ക്യാപ്സൂൾ വാർഡ്രോബ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ കുറച്ച് ക്യാപ്സൂൾ കളേഴ്സ് ഉണ്ടാവുള്ളൂ, ബേസിക് ന്യൂട്രൽസേ ഉണ്ടാവത്തുള്ളൂ. ഇത് നോർമലി ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അവർക്ക് നോർമലി ഇപ്പം നമ്മൾ ജെൻസിൻ്റെ കാര്യമാണെങ്കിൽ ഒരു ബ്ലാക്ക് ടീഷർട്ട്, ഒരു വൈറ്റ് ടീഷർട്ട്, ഒരു ഡെനിം ജീൻസ്, ഇതുണ്ടെങ്കിൽ തന്നെ ഇപ്പം ഈ 3 കാര്യങ്ങളെ ഉള്ളൂ എന്ന് തന്നെ വെച്ചോ. ഈ ഡെനിം ജീൻസും വിത്ത് ബ്ലാക്ക് ടീഷർട്ട് പോകാൻ പറ്റും, ഈ ഡെനിം ജീൻസ് വിത്ത് വൈറ്റ് ടീഷർട്ട് പോകാൻ പറ്റും. ഇനി ഇതിൻ്റെ മുകളിൽ ഇപ്പം ഒരു ഷർട്ടും കൂടെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ലെയറിങ് ആവും. ഈ 2 ഔട്ട്ഫിറ്റ്സിൻ്റെയും എക്സ്ട്രാ വീണ്ടും ഒരു ഔട്ട്ഫിറ്റാക്കി മാറ്റാം. ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു എന്താ പറയുക, ഈ ബേസിക് ഔട്ട്ഫിറ്റിന് തന്നെ എന്തെങ്കിലും ഒരു ആക്സസറി ഇപ്പോൾ ഒരു നെക്ക് പീസ് നമ്മൾ ഇടുകയാണെങ്കിൽ ആ നെക്ക് പീസ് ഇട്ടിട്ട് ഇതിൻ്റെ ലുക്ക് തന്നെ, നെക്ക് പീസ് ഒരു ക്യാപ്പും വെച്ച് കഴിഞ്ഞാൽ ഇതിനെ തന്നെ വേറെ രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. കുറച്ചും കൂടെ ഒരു ഭയങ്കര കാഷ്വലാക്കി പോയ സാധനത്തിൽ നിന്ന് ഒന്നൊരു ലിഫ്റ്റ് കൊണ്ടുവന്നിട്ട് അതിനെ അങ്ങനെ മാറ്റിക്കൊണ്ടുപോകാം. അതല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഒരു ബേജ് കളറായിട്ടുള്ള ഒരു പാൻസ് ആണ് ഉള്ളതെങ്കിൽ അതിന് നമ്മൾ ഈ പറഞ്ഞ ഫോമലായിട്ടും യൂസ് ചെയ്യാം, നമുക്കതിനെ കാഷ്വലായിട്ടും യൂസ് ചെയ്യാം, ഇനി കുറച്ച് ഒരു സെമി ഫോമൽ പോലെയും യൂസ് ചെയ്യാം. അതായത് ഡിഫറെൻറ്റ് ഒക്കേഷന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ്, അതാണ് നമ്മൾ ക്യാപ്സൂൾ വാർഡ്രോബ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുക. അത് ഇപ്പോൾ ഗേൾസിനാണെങ്കിൽ അത് വരുന്നത് സ്കേർട്ടിൽ വരും. ബ്ലാക്ക് ഒരു സ്കേർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പലതരത്തിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റില്ല. ടീഷർട്ടിൻ്റെ കൂടെ, ടോപ്പിൻ്റെ കൂടെ, അങ്ങനെ പലതരത്തിൽ. ഡെനിം ജീൻസ് അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് എല്ലാ കാലത്തും ട്രെൻഡി ആയിട്ട് നിൽക്കുന്നതിൻ്റെ കാര്യം അത് ഈ പറയുന്ന പോലെ ഈ ഒരു കാര്യമുള്ളത് കൊണ്ടാണ്. പിന്നെ കഴുകും വേണ്ടല്ലോ, ഒരു വർഷങ്ങളോളം നമുക്കത് കഴുകാൻ. ആക്ച്വലി കഴുകി കഴിഞ്ഞാൽ ജീൻസിന് പ്രശ്നം തോന്നുന്നു എനിക്ക്, അല്ലേ? അത് വാഷിന്റെ അനുസരിച്ചിട്ട് മാറും. സോ ഇപ്പം ആൺപിള്ളേരുടെ ഒരു ആക്സസറീസ് പരിപാടികൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നേരെ നമ്മൾ ഈ പെൺപിള്ളേരിലേക്ക് വരുമ്പം കുറെ ഇതേപോലെ മിസ്മാച്ച് ചെയ്തിട്ട് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഓഫീസിലേക്ക് പോകുമ്പം നമുക്ക് ഒരിക്കലും ഹെവി ആയിട്ടുള്ള ആക്സസറീസ് നമുക്ക് ചിലപ്പോൾ ഇടാൻ പറ്റുന്നു, ആരും ഇടില്ല. നേരെ മറിച്ച് ചെറിയൊരു സ്റ്റഡ് അങ്ങനത്തെ ഒക്കെ ആയിരിക്കും. പക്ഷെ നേരെ മറിച്ച് ഈ ജീൻസ് ഇട്ടിട്ട് അതിൽ ഈ പറഞ്ഞ പോലെ ജുംക്ക ഇടുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഐ ഫെൽ സോ വിയർഡ്, ബട്ട് അതിപ്പം അവരുടെ ഒരു ചോയ്സ് ആണ്, ആൾക്കാരൊന്നും പറയാൻ പറ്റില്ല. ബട്ട് ഇപ്പോൾ ഞാൻ ഒരു 3-4-5 ഔട്ട്ഫിറ്റ്സിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കസ്റ്റമൈസ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും? ഈ പറഞ്ഞ പോലെ സൽവാർ, അതുപോലെ ഓഫീസിലേക്ക് പോകുന്ന ഒരു ഫോർമൽ ഒരു ബ്ലേസർ, ഇതൊക്കെ ഇട്ടിട്ട് വരുന്ന നമ്മുടെ ആക്സസറീസ്, പിന്നെ ഒരു ജീൻസിലേക്ക് വരുന്ന ഒരു ആക്സസറീസ്, ആൻഡ് സാരിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കുറച്ച് ഔട്ട്ഫിറ്റ്സിലേക്ക് എന്തൊക്കെ ആക്സസറീസ്? ഓഫീസ് വെയർ ആയിട്ടാണോ? അല്ല, മൊത്തത്തിൽ ഇപ്പം നമ്മൾ അതും ഞാൻ പറയുന്നത് ഒക്കേഷൻ അനുസരിച്ചിട്ടാണ് പറയുന്നത്. ഒക്കേഷൻ അനുസരിച്ച് ഇപ്പം നമ്മൾ ഡെയിലി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യണം, എന്നാൽ ഭയങ്കര ഒരു ക്ലാസി എലഗൻ ടച്ചൊക്കെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ഡ്രാമയിലേക്ക് പോവാതെ ഒരു ഈ എന്താ പറയുക, ഒരു സൽവാറിൻ്റെ കൂടെ ആണെങ്കിലും സൽവാറിൻ്റെ കൂടെ ആണെങ്കിൽ കൂടുതലായിട്ട് പറയാം, സൽവാറിൻ്റെ കൂടെ ആണെങ്കിലും ശരി, വെസ്റ്റേൺ ഡ്രസ്സിൻ്റെ കൂടെ ആണെങ്കിലും ശരി, ഒരു ഗോൾഡ് ആക്സസറീസിലോ സിൽവർ ആക്സസറീസിലോ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാം. ഓക്കെ.
ഈ ഗോൾഡ് സിൽവർ എന്ന് പറയുമ്പോൾ അവിടെ വീണ്ടും ഒരു പ്രശ്നം വരും. നോർമലി ആൾക്കാർ എടുക്കുന്നത് സിൽവറിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് അവർക്ക് കിട്ടത്തില്ല കറക്റ്റ് ഇത് എന്താ പറയുന്നത് എന്നുള്ളത്. കാരണം അത് കുറച്ച് ഡ്രമാറ്റിക് ആവുന്നത് പോലെ തോന്നും. അത് ഞാൻ അണ്ടർടോണിൻ്റെ ബേസിസിലാണ് പറയുക. അപ്പോൾ കൂൾ അണ്ടർടോണുള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി അവർക്ക് സിൽവറേ പോകാൻ പറ്റുള്ളൂ. കൂൾ അണ്ടർടോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഒരു പിങ്കിഷ്, ഒരു സ്കിന്നിലൊക്കെ നോക്കുമ്പോൾ ഒരു പിങ്കിഷ് ടോൺ കുറച്ച് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കത് സിൽവർ ആയിരിക്കും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുക. നേരെ മറിച്ച് നമ്മൾ കുറച്ചും കൂടി ഒരു യെല്ലോ ടോൺ ആണ്, ഇപ്പം എൻ്റെ ഫേസിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു യെല്ലോനെസ് ആണ് കുറച്ച് കൂടുതൽ നിൽക്കുക. അപ്പോൾ യെല്ലോ ടോൺ ആണെങ്കിൽ അവർക്ക് ഗോൾഡ് മാത്രമേ അവർക്കത് സ്യൂട്ടബിളായി പോവുള്ളൂ. അപ്പോൾ ഒരു ക്ലാസ്സി അങ്ങനെ ഒരു സാധനത്തിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടിയർ ഡ്രോപ്പ് ഇയറിങ്സ് ഉണ്ട്. ടിയർ ഡ്രോപ്പ് ഇയറിങ്സ് എന്ന് പറഞ്ഞിട്ട് ഇറ്റ്സ് ലൈക്ക് അത് ഒരു ഇങ്ങനെ ഹുക്ക് പോലെയാണ് ഉണ്ടാവുക. നമ്മൾ പ്രോപ്പറായിട്ട് പറയുന്ന ഹൂപ്സ് അല്ല പറയുന്നത്, ടിയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് മറ്റേ ഒരു കണ്ണുനീർത്തുള്ളി ഇങ്ങനെയാണ് ഉണ്ടാവുക, അതുപോലെ വരുന്ന ഇയറിങ്സ് ഉണ്ട്. അത് ഒരു വിധപ്പെട്ട എനിക്ക് തോന്നുന്നു എല്ലാ ഫേസ് ഷേപ്പിൻ്റെ കൂടെയും പോവും. ആൻഡ് ഭയങ്കര ട്രെൻഡിയാണ്, ഭയങ്കര ക്ലാസി ആയിട്ട് ഫീൽ ചെയ്യും. അതിനകത്ത് വേറെ മിക്സ് വരരുത്. പ്രോപ്പറായിട്ട് ഗോൾഡാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ പോളിഷ്ഡ് ലുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് തന്നെ പോവുക. അല്ലെങ്കിൽ ആക്സസറീസിൽ ബാക്കി ഇപ്പോൾ നെക്ക് പീസിൻ്റെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ ഡെയിലി വെയറിലൊക്കെ ആണെങ്കിൽ ഒരു തിൻ ചെയിൻ പോകുന്നതായിരിക്കും കൂടുതലും നല്ലത്. പക്ഷെ നമ്മൾ സാരി പോലെയുള്ളതാണ്, പിന്നെ ഒരു ഒക്കേഷനാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ഹെവി ആയിട്ട് വേണമെങ്കിൽ ആക്സസറൈസ് ചെയ്യാം. അതും ഞാൻ പറയുന്നത് കൂടുതലായിട്ടും ഇയറിങ്ങിൽ കുറച്ച് ഹെവി ആക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ നെക്ക് പീസിൻ്റെ ഭാഗം ഹെവി ആക്കാൻ പാടില്ല. അപ്പോൾ അല്ലെങ്കിൽ ഭയങ്കര ക്ലംസി ആവും, ഭയങ്കര ആ ഒരു ഏരിയ ഭയങ്കര ഒട്ടും ശ്വാസം കിട്ടാത്ത പോലെ തോന്നും. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്നിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം. ഇപ്പം വലിയൊരു നെക്ക് പീസിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇയറിങ്സ് ഒഴിവാക്കുക, കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ചെയ്തു പോവുക. ഇനി അതല്ല, ഇപ്പോൾ ജീൻസിൻ്റെയും ടോപ്പിൻ്റെയും അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വൈബ് എന്നനുസരിച്ച് നമുക്ക് പോവാം. ഇപ്പം നമ്മളൊരു K-pop വൈബൊക്കെയാണ് പോകുന്നതെങ്കിൽ കുറച്ച് ക്യൂട്ടായിട്ടുള്ള അങ്ങനത്തുള്ള സാധനങ്ങൾ നമുക്ക് എടുക്കാം. അതിൻ്റെ കളേഴ്സിൽ നമുക്ക് കുറച്ച് ക്യൂട്ട്നെസ് ആഡ് ചെയ്യാം. ഇപ്പം നമ്മുടെ പിങ്ക് പോലെയുള്ള കളേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് ഏകദേശം അങ്ങനെയെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അതൊരു ഒരു K-pop വൈബിൽ പെടുത്തൊരു സാധനമാണ്. അത് നമ്മുടെ ഒരു വൈബ് ഏതാണ്, നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഏതാണെന്നനുസരിച്ചിട്ട്. അങ്ങനെയല്ല ഇപ്പം കുറച്ച് ബോൾഡായിട്ട് ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു കളർ പീസ് അവിടെ കൊടുക്കാം. നമുക്ക് കുറച്ച് സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം, ബോൾഡായിട്ട് മാറി നിൽക്കണം എന്നാണ് അവരുടെ പേഴ്സണാലിറ്റി പറയുന്നതെങ്കിൽ അങ്ങനെയാണെങ്കിൽ അത് കൊടുക്കാം. അതും ഈ പറഞ്ഞ പേഴ്സണാലിറ്റി അനുസരിച്ചിട്ടും ഫേസ് ഷേപ്പ് അനുസരിച്ചിട്ടും ഒക്കേഷൻ അനുസരിച്ചിട്ടും മാറിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അങ്ങനെ ഒരു റൂളിൽ നമുക്ക് പറയാൻ പറ്റില്ല എന്ന് മാത്രം. ഇനി ഓഫീസ് സ്റ്റൈലിലേക്ക് വരുമ്പോൾ എന്തൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോസ്റ്റ്യൂം ആക്ച്വലി നമുക്ക് ഓഫീസിൽ ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റും, ആൻഡ് ഓൾസോ ആക്സസറീസ്? ഓഫീസിൽ ഡെഫിനറ്റ്ലി സൽവാസ് ആണ് ഇവിടെയുള്ള കൂടുതൽ ആൾക്കാരും യൂസ് ചെയ്യുക. സൽവാസിൽ ഇപ്പോൾ ഞാൻ പറയുന്നത് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ടോപ്പിൻ്റെ ലെങ്ത്ത് കുറച്ചിട്ട് പാൻസ് കുറച്ചൊരു സ്ട്രെയിറ്റ് പാൻസൊക്കെ വന്നിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് എത്നിക് ലുക്കിൽ നിൽക്കുകയും ചെയ്യാം, എന്നാൽ ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. പക്ഷേ അവിടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഓഫീസ് വെയർ ആയിട്ട് നമ്മൾ ഏത് ഡ്രസ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാലും സോളിഡ് കളേഴ്സ് മാക്സിമം ചൂസ് ചെയ്യാൻ ആണ് ഞാൻ പറയുക. അപ്പോഴാണ് ആ സീരിയസ്നെസ് വരിക. അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സിൻ്റെ ഡ്രാമയിലേക്കായിരിക്കും ആ ഒരു ശ്രദ്ധ പോവുക. ഇപ്പോൾ സോളിഡ് കളേഴ്സ് ആണെങ്കിൽ ആ ഒരു പുട്ട് ടുഗദർ ലുക്ക് കിട്ടും. അത് സാരീസിൽ നമുക്ക് കൊണ്ടുവരാം. സാരീസിൽ നോർമലി ആൾക്കാർ കുറച്ച് കോട്ടൺ സാരീസ് ആയിരിക്കും നമുക്കങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ തലയിൽ വരുന്നതല്ലേ. ബിക്കോസ് ആ ഫ്ലോയി ഒരു സാരി എന്നൊക്കെ പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു സ്ട്രക്ചർ ഇല്ല, കുറച്ച് സീരിയസ് ആയിട്ട് നമ്മൾ കാണില്ല. അങ്ങനെയാണ്, അതാണ് നമ്മൾ മെയിനായിട്ട് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ച് സീരിയസ് ആയിട്ട് കാണണം എന്നുണ്ടെങ്കിൽ, സ്ട്രക്ചേർഡ് ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ കോട്ടൺ സാരീസ് ആകുമ്പോൾ കറക്റ്റ് എങ്ങനെയാണോ നിൽക്കുന്നത് ആ രീതിയിൽ നിന്നോളും. അപ്പോൾ ഓഫീസ് ലുക്ക് എന്ന് പറഞ്ഞാൽ പോലെ സീരിയസ് ആയിട്ടാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ളതുകൊണ്ട് ആണ് നമ്മൾ അത്തരം സാധനങ്ങൾ വെക്കുക. ഇപ്പം ജീൻസൊക്കെ നോർമലി ഓഫീസിലേക്ക് ഇടുന്ന ആൾക്കാരുണ്ട്, പക്ഷെ ഞാൻ കൂടുതലായിട്ടും പറയാം അതിന് ഈ പറഞ്ഞ പോലെ പാൻസ് ചൂസ് ചെയ്യുന്നതായിരിക്കും, ഒരു ഫോർമൽ പാൻസ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൽ തന്നെ കൊറിയൻ K-pop വൈബ് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ ട്രെൻഡിനനുസരിച്ച് നിൽക്കാം, എന്നാൽ അറ്റ് ദ സെയിം ടൈം അത് കുറച്ച് ഫോർമൽസ് ആയിട്ടും പിടിക്കാം. എന്തൊക്കെ K-pop വൈബ് കൊണ്ടുവരാൻ പറ്റുന്നത്? ഇപ്പൊ കൊറിയൻ ആണല്ലോ ആക്ച്വലി ട്രെൻഡ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഓഫീസിലേക്ക് ഒരു കൊറിയൻ ട്രെൻഡിലേക്ക് നമ്മളൊരു കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെ? അതായത് ഗൂർഖ പാൻസ് എന്ന് പറഞ്ഞിട്ട് പാൻസ് ഉണ്ട്. ഗൂർഖ പാൻസ് കേട്ടിട്ടുണ്ടോ അറിയത്തില്ല. ഗൂർഖ പാൻസിൻ്റെ നോർമലി വരുന്നത് അവരുടെ വേസ്റ്റ് ലൈൻ്റെ ഭാഗത്ത് ഭയങ്കര തിക്കായിട്ടായിരിക്കും ആ വേസ്റ്റ് ലൈൻ ഡിഫൈൻ ചെയ്ത് പോയിട്ടുണ്ടാവുക. ആൻഡ് അതിൽ ബട്ടൺ കൊടുത്തിട്ടുണ്ടാവും, ബട്ടണോ വോട്ടെവർ എന്തെങ്കിലും എന്താണ് അവിടെ കൊടുക്കാനുള്ളത് അതനുസരിച്ച് കൊടുത്തിട്ടുണ്ടാവും. അപ്പം അതിൽ തന്നെ ഇപ്പോൾ ഒരാളുടെ ബോഡി ഷേപ്പ് അനുസരിച്ച് കുറച്ചും കൂടി ലൂസായിട്ടുള്ള ഫാബ്രിക്കിൽ അത് സ്ട്രെയിറ്റ് ആയിട്ട് ന്യൂട്രൽ കളേഴ്സിൽ നമുക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ടോപ്സ് പോകുന്ന സമയത്ത് എപ്പോഴും ഷർട്ടിലേക്ക് പോകണം നിർബന്ധമില്ല ഓഫീസ് വെയർ ആകണം എന്ന് പറയുമ്പോൾ.
ഷർട്ടിലേക്ക് പോവാതെ ഏത് രീതിയിലായാലും നമ്മൾ നോർമലി ഓഫീസ് വെയറിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കോർപ്പറേറ്റ് നമ്മളുടെ റൂൾസിൻ്റെ അകത്ത് പറയുന്നത്, ഡ്രസ്സിങ് റൂൾസിൽ പറയുന്നത് ഒരുപാട് റിവീലിംഗ് ആവാതിരിക്കുക എന്നുള്ളതാണ്. റിവീലിംഗ് അല്ലാത്ത ഏത് സാധനവും ആക്ച്വലി അതിനകത്ത് പോകും. എന്ന് വെച്ചിട്ട് ചെറുതായിട്ടൊക്കെ നമുക്ക് മറ്റേ ബ്രീത്തബിൾ ആവണം. ഒബ്വിയസ്ലി നമ്മുടെ ഫേസ് ഒക്കെ അപ്പോൾ ഒരു നെക്ക് ലൈൻ ഒക്കെ കുറച്ച് ഓപ്പൺ ആയിരിക്കണം, പക്ഷെ ഒരുപാട് ഈ പറഞ്ഞ റിവീലിംഗ് ആവരുത്. അപ്പം അതിലേക്ക് ശ്രദ്ധ പോരുന്നില്ല, നമ്മൾ പറയുന്ന കാര്യത്തിലായിരിക്കണം അവരുടെ ശ്രദ്ധ. അപ്പം അതിനനുസരിച്ചിട്ട് ഒരു ന്യൂട്രൽ കളറാണ് ഇതിൻ്റെ ഒരു പാൻറ്റ് ഈ കേപ്പ് വൈബിൽ നമുക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് ഒബ്വിയസ്ലി ക്രോപ്പ് ടോപ്പ് പോകാൻ പറ്റും, പക്ഷെ റിവീലിംഗ് ആവരുത്. ബ്ലൗസസ്, അതായത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് സോളിഡ് കളറിലുള്ള ബ്ലൗസസ്, ചെറിയ പഫ് സ്ലീവ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പോകാൻ പറ്റും. ഈ ടൂലിപ്പ് സ്ലീവ് ഉണ്ട്, അത് കുറച്ച് മുമ്പ് ട്രെൻഡിലായിരുന്നൊരു സാധനമാണ്. ടൂലിപ്പിൻ്റെ ഫ്ലവറിൻ്റെ ആ ഒരു ഇതുപോലെ ഇരിക്കും, ടൂലിപ്പ് സ്ലീവിൽ പോകാൻ പറ്റും. അത് കുറച്ചും കൂടി ഈ പറഞ്ഞ ക്യൂട്ടൊരു വൈബ് കൊടുക്കുകയും ചെയ്യും, എന്നാൽ ഈ പറഞ്ഞ ഓഫീസ് വെയറിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതുമാണ്. ഡെഫിനറ്റ്ലി ഈ ഒരു ആക്സസറീസിൻ്റെ കാര്യം വരുമ്പോൾ അവിടെ ഓഫീസിൽ ഒരുപാട് ഡ്രാമ പറ്റില്ല. നമുക്ക് നോർമലി ഗോൾഡൻ പോലെയുള്ള ഹൂപ്സ് അവിടെ പറ്റുന്ന കാര്യമാണ്, സ്റ്റഡ് പറ്റുന്നതാണ്. ഗോൾഡൻ സ്റ്റഡിലൊക്കെ എന്ന് വെച്ചാൽ എല്ലാവരും സ്റ്റഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര കുഞ്ഞ് സ്റ്റഡിലേക്കാണ് എപ്പോഴും പോവുക. പക്ഷേ എനിക്കെപ്പോഴും പറയാനുള്ളത്, നമ്മൾ ഇയറിങ് ഇടുമ്പോൾ അത് വിസിബിൾ ആവണം. ഇയറിംഗ് എന്ന് പറയുമ്പോൾ ഫേസിന് ചുറ്റും സ്പാർക്കിൾസ് ആഡ് ചെയ്ത പോലെയാണ് ശരിക്കും ഇയറിംഗ് ഇരിക്കുന്നത്, അത് വിസിബിൾ ആവണം. ചിലപ്പോൾ ചില ആൾക്കാരുടെ ഈ ഇയർ ലോബിൻ്റെ ഈ ഭാഗം ഇങ്ങനെ അകത്തേക്കായിരിക്കും ഇരിക്കുക. ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇവരൊരു കുഞ്ഞ് സ്റ്റഡാണ് ഇടുന്നതെങ്കിൽ ഇതൊരിക്കലും കാണില്ല. അപ്പം അത് വിസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പേളിൻ്റെ സാധനമാണെങ്കിൽ അത് കുറച്ച് വിസിബിൾ ആവും. അത് ഇങ്ങനെ ഇരുന്ന് ചെവിയുടെ ഈ ഒരു ഭാഗം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലും അത് കുറച്ച് വിസിബിൾ ആവും. അപ്പോൾ ആ വിസിബിൾ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു അതിൻ്റെ സൈസ് അത്രയായിരിക്കണം. എന്നുവെച്ചാൽ ഒരുപാട് വലിയ സൈസൊന്നും പറയുന്നില്ല, ഒരുപാട് ചെറിയ സൈസും അല്ല, ഒരു മീഡിയം സൈസിലൊക്കെ അവർക്കത് ചെയ്യാം. അങ്ങനെ ചെയ്താൽ ആക്സസറി കാണാൻ പറ്റും. ആക്സസറി കാണുമ്പോൾ അത് ഫേസിന് കുറച്ചും കൂടെ ഇപ്പം ഈ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിൽ കുറച്ചുകൂടെ ഒന്ന് എലാബറേറ്റ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഓരോ സ്കിൻ ടോണിനും ഓരോ കളർ ഓഫ് ജ്വല്ലറീസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇപ്പം ഈ പറഞ്ഞ പോലെ ഗോൾഡ്, ഇപ്പം പൊതുവെ എല്ലാവരും ഒരു സേവിങ്സിൻ്റെ ഭാഗമായിട്ടും അങ്ങനെ ഇങ്ങനെ കിടക്കുന്നതാണ് ഗോൾഡ് എന്ന് പറയുന്നത്. സോ ഈ ഗോൾഡ് എന്ന് പറയുന്നത് ഇപ്പം എല്ലാ സ്കിൻ ടോണിനും ചേർന്ന് പോകണമെന്നില്ല എന്ന് പറഞ്ഞു. സോ എന്തൊക്കെ സ്കിൻ ടോണാണ് ഗോൾഡ് ചേരുക, സിൽവർ ചേരുക, റോസ് ഗോൾഡ് കളേഴ്സ് ഉണ്ട്, അങ്ങനെ പല കളേഴ്സിലുള്ള ജ്വല്ലറി ഏതൊക്കെ സ്കിൻ ടോണിനാണ് മാച്ച് ആയിട്ട് പോവുക? ഓക്കെ, ഞാനത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഗോൾഡ് എന്ന് പറയുന്നത് വാം സ്കിൻ ടോണിനാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് പോവുക. വാം സ്കിൻ ടോൺ എന്ന് പറഞ്ഞാൽ ഒരു യെല്ലോ ടോൺ കുറച്ച് കൂടി നിൽക്കുന്ന ആൾക്കാർക്ക്. ചില സമയത്ത് നമ്മളുടെ പിന്നെയും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഒലീവ് എന്നൊക്കെ നമ്മൾ പറയും, ഒലീവ് ഗോൾഡൻ സ്കിൻ ടോൺ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഇതെല്ലാം വരുന്നത് ഈ ഒരു കാറ്റഗറിയിലാണ്. അണ്ടർ ടോൺസ് കുറച്ച് യെല്ലോ ആണ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് ചേരുന്നത് ഗോൾഡ് ആയിരിക്കും. കുറച്ച് നമ്മളുടെ ഫേസിൽ കുറച്ച് പിങ്ക് ടോണാണ് കൂടുതൽ നിൽക്കുന്നതെങ്കിൽ, കാഴ്ചയിൽ അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ അവർക്ക് ഡെഫിനറ്റ്ലി സിൽവറാണ് പോവുക. ചില ആൾക്കാർക്ക് നമുക്കിത് ഒറ്റയടിക്ക് ഇവർക്ക് മനസ്സിലാവില്ല, ഇവരെ കണ്ടുപിടിക്കാനേ പറ്റില്ല ഗോൾഡ് ആണോ സിൽവർ ആണോ എന്നുള്ള കാര്യത്തിൽ. അങ്ങനെ കൺഫ്യൂഷനുള്ള സമയത്ത് അവരുടെ ഒരു പ്രത്യേകത വെച്ചാൽ അവരുടെ സ്കിന്നിൽ ഇത് രണ്ടും ഉണ്ടായിരിക്കും, ഈ രണ്ട് പിഗ്മെൻറ്റ്സും ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ ഈ രണ്ട് പിഗ്മെൻറ്റ്സും കുറവായിരിക്കും. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ന്യൂട്രൽ എന്നാണ് പറയുക. ഇപ്പം ഈ ന്യൂട്രൽ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്ക് ഇപ്പം ഈ ഗോൾഡും സിൽവറും ഇത് ഏത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് എടുത്തു നിൽക്കും. അപ്പം ഇതിനെ രണ്ടും പ്രസൻറ്റബിൾ ആണ് ഈ റോസ് ഗോൾഡിൻ്റെ അകത്ത്. നമുക്കൊന്ന് സട്ടിലാക്കിയേക്കാണ്. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് റോസ് ഗോൾഡ് കൊടുക്കാം. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേറെ ഓപ്ഷനും കൂടി ഉണ്ട് ശരിക്കും, അതായത് മിക്സ് മെറ്റൽസ് എന്ന് പറയും. നമ്മുടെ ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും കൂടെ മിക്സ് അവർക്ക് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ കണ്ടിട്ടില്ല, ഈ വൈറ്റ് ഗോൾഡ് വരുന്നു, അതിൻ്റെ അത് ഡീറ്റെയിലിങ് ചിലപ്പോൾ ഒരു ഗോൾഡിൻ്റെ രണ്ടും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള മിക്സ് മെറ്റൽസും അവർക്ക് ഓക്കെ ആയിരിക്കും. കാരണം അവരുടെ സ്കിന്നിൽ ഇത് രണ്ടും പ്രസൻ്റ് ആയതുകൊണ്ട് ഇത് രണ്ടും പിക്ക് ചെയ്യാൻ പറ്റും. അതാണ് അത് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെയാണ് ഇരിക്കുക. ഇനി നമ്മൾ ഇപ്പം നേരത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ ടച്ച് ചെയ്യാത്ത ഒരു പാർട്ടാണ് ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത്. അത് കുറേ പേര് ഹെയർ സ്റ്റൈൽ എന്താ ചെയ്യണം, അപ്പം എനിക്കടക്കം ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യാറില്ല. ഞാനെല്ലാം ഇവരെ ഇതില്ലാതെ ഫ്രീ ഹെയർ ആയിട്ട് നടക്കുന്ന ഒരാളാണ്. കാരണം ഒന്നാമത് സമയമില്ല, തലവരെടുക്കാൻ. അതുകൊണ്ട് അപ്പം ഇപ്പം പല ഫേസ് ഷേപ്പിലേക്ക് പല എന്താ പറയുക ഹെയർ സ്റ്റൈൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ പല ഒക്കേഷൻസിന് നമുക്ക് പല ഹെയർ സ്റ്റൈൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം തരാം, ഇപ്പോൾ ഈ ഓഫീസ് ഔട്ട്ഫിറ്റുകൾ നമുക്ക് ഇത്രയും എടുത്ത് പറഞ്ഞതുകൊണ്ട് തന്നെ ഓഫീസിലേക്ക് നമ്മൾ
ഇന്ന ഷേപ്പിലുള്ള ആൾക്കാർ ഫേസ് ഷേപ്പ് ഇന്നതൊക്കെ ആണെങ്കിൽ ഇന്ന ഹെയർ സ്റ്റൈൽ ആയിരിക്കും നല്ലതെന്ന് പറയുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും? ഓക്കെ, ഞാൻ ഒരു കാര്യം ആദ്യം പറയട്ടെ. അതായത് നമ്മൾ ഈ സംസാരിക്കുന്ന സാധനങ്ങൾ ഭയങ്കര ജനറിക് ആയിട്ടുള്ള കാര്യങ്ങളും കൂടിയാണ്. കാരണം ഇപ്പോൾ ഒരാളുടെ ഇപ്പോൾ ഹെയർ സ്റ്റൈൽ തീരുമാനിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസ് നോർമലി പറയുന്ന ഫേസിൻ്റെ ഷേപ്പ് നോക്കണം എന്നാണല്ലോ. പക്ഷെ ഫേസിൻ്റെ ഷേപ്പ് മാത്രമല്ല അവിടെ പ്രധാനമായിട്ടുള്ളത്. നമ്മുടെ ക്രേനിയൽ ടോപ്പ് എന്ന് പറയും. അതായത് ഇവിടുന്ന് ഈ വരെയുള്ള ഏരിയ. ഇത് ചില ആൾക്കാർക്ക് ഇതിങ്ങനെ പൊങ്ങി നിൽക്കും, ചില ആൾക്കാർക്ക് ഇവിടെ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഫ്ലാറ്റ് ആയിരിക്കും, ഇവിടെ ചില ആൾക്കാർക്ക് പൊങ്ങി നിൽക്കും, ഇത്ര വരെ കാണാൻ പറ്റും. ഇത് ഉയർന്നിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അതും ഫേസ് ഷേപ്പിന്റെ കൂടെ ആഡ് ഓൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ ഈ പോർഷൻസ്, അതായത് നമ്മുടെ ഫേസിനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് വെച്ചോ. അപ്പം ഇവിടുന്ന് ഇവിടം വരെ ഒരു സെക്ഷൻ, ഇവിടുന്ന് ഇവിടം വരെ ഒരു സെക്ഷൻ, ഇവിടുന്ന് ഇവിടം വരെ ഒരു സെക്ഷൻ. ഈ 3 സെക്ഷന് പ്രപ്പോർഷനേറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്ഷൻ കൂടി നിൽക്കുകയാണെങ്കിൽ അതിനെയും കൂടി ബാലൻസ് ചെയ്തിട്ട് വേണം ഹെയർ സ്റ്റൈൽ ചെയ്യാൻ. ഓക്കെ, അതായത് ഇപ്പൊ എനിക്ക് നെറ്റി കൂടുതലുള്ള പോലെ ഇതൊരിക്കലും ഒരു പ്രൊപ്പോർഷൻ അല്ല. അതെ, അപ്പൊ അങ്ങനെ, അതായത് ഇത് 3ഉം കൂടെ മിക്സ് ചെയ്തിട്ടേ സത്യത്തിൽ നമുക്കൊരു ഹെയർ സ്റ്റൈൽ എപ്പോഴും ഒരാൾക്ക് കറക്റ്റ് ആയിട്ടുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ സാധാരണ എപ്പോഴും ഫേസിന്റെ ഷേപ്പ് വെച്ചിട്ടാണ് ജനറിക് ആയിട്ട് അതുകൊണ്ട് പറയുന്നത്. ബട്ട് ഈവൻ ദോ നമ്മളിപ്പോൾ ഓഫീസിലേക്കൊക്കെ പോവുകയാണെങ്കിൽ, ഓഫീസ് വെയറിന്റെ കൂടെ ആണെങ്കിൽ നമുക്ക് മേജറായിട്ട് നമുക്ക് അവിടെ ചേരുന്ന ഹെയർ സ്റ്റൈൽസ് എന്ന് പറയുന്നത് ഒന്ന് ബൺ കെട്ടുക എന്നുള്ള ഒരു സാധനമുണ്ട്. മെസ്സി ബണ്ണോ അല്ലെങ്കിൽ ബണ്ണായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ. ബിക്കോസ് അവിടുത്തെ വെച്ചാൽ ഹെയർ എപ്പോഴും നീറ്റായിട്ടിരിക്കുക, ഒതുങ്ങിയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഹെയർ ഒതുങ്ങിയിരിക്കണം എന്നുണ്ടെങ്കിൽ, നീറ്റായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഹെയർ എവേ ആയിരിക്കണം. ഇങ്ങനെ നമ്മളെപ്പോഴും ഇങ്ങനെ അഴിച്ചിടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതെ അതെ, അപ്പോൾ അവർക്കത് കെട്ടിവെക്കണം. അപ്പോൾ കെട്ടിവെക്കുമ്പോൾ ഉള്ളതാണ് ഒന്ന് ബണ്ണ്, പിന്നെ 2 പോണി. ഇതാണ് നോർമലി എല്ലാ ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. പക്ഷേ ഹെയർ എവേ പോയാൽ മാത്രം മതി. നമ്മൾ ഇത് ഒതുക്കി വെക്കണം, അതിലേക്ക് ഈ പറഞ്ഞ അറ്റൻഷൻ എവിടേക്ക് അതിലേക്ക് പോവരുത് എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഫേസ് ഷേപ്പിൻ്റെ അനുസരിച്ചിട്ടാണെങ്കിൽ, ഇപ്പോൾ ഫേസിൽ നമ്മൾ ഈ കെട്ടുന്നതോ അല്ലെങ്കിൽ ബൺ കെട്ടുന്നതോ അല്ലെങ്കിൽ വേറെ എന്ത് സാധനം കെട്ടുന്നതോ ആയിക്കോട്ടെ, എന്ത് ഡ്രാമ അതിനകത്ത് കാണിക്കുന്നതോ ആയിക്കോട്ടെ, ബാക്കിലാണെങ്കിൽ അത് വലിയ പ്രശ്നമില്ല. ഫ്രണ്ടിലാണെങ്കിൽ ഈ ഒരു ഭാഗത്താണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ വോളിയം കൊണ്ടുവരണം. ഈ ക്രേനിയൽ ടോപ്പ് ഫ്ലാറ്റായിരിക്കാൻ പാടില്ല. ഒന്നുകൂടെ ഈ ഒരു ഏരിയ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇവിടെ മുതൽ ഇവിടെ വരെ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, എൻ്റെ ഈ പറഞ്ഞാൽ ഇവിടെ ഫ്ലാറ്റാണ്. എൻ്റെ ഫേസിൻ്റെ ഷേപ്പ് ഓൾമോസ്റ്റ് ഒരു ഡയമണ്ടിലേക്ക് കയറി നിൽക്കുന്നതാണ്. പക്ഷേ എനിക്ക് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് ഈ പറഞ്ഞ പോലെ വലുതാണ്. ഇതാണ് എൻ്റെ മെയിൻ ഒരു ഇഷ്യൂ. ആൻഡ് ദെൻ എൻ്റെ അടുത്തൊരു കാര്യം വെച്ചാൽ എൻ്റെ ഹെയർ ഭയങ്കര ഫൈൻ ഹെയറാണ്, ഭയങ്കര തിൻ ഹെയറാണ്. ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ബേസിക്കലി എനിക്ക് സൈഡ് പാർട്ടീഷനേ എപ്പോഴും പറ്റുള്ളൂ. സെന്റർ പാർട്ടീഷൻ പൂജയുടെ കാര്യത്തിലും പൂജയുടെ ഫേസിൽ കൂടുതൽ റൗണ്ട് ഫീച്ചേഴ്സ് ആണല്ലോ. റൗണ്ട് ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ കുറച്ച് കേർവി ആയിട്ടാണ് ഫീച്ചേഴ്സ് പോയേക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂജയ്ക്കാണെങ്കിലും സെന്റർ പാർട്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി അങ്ങ് റൗണ്ട്നെസ്സിലേക്ക് പോകും. അല്ല, കർവ്സ് എന്ന് ഉദ്ദേശിച്ചത് ഈവൻ ഈ കവിളിന്റെ ഭാഗത്താണെങ്കിലും ഇത് കേർവി ആണ്, കണ്ണിന്റെ കാര്യത്തിലാണെങ്കിൽ റൗണ്ട് ആണ്, ഐബ്രോസിന്റെ കാര്യമാണെങ്കിലും ചെറിയൊരു റൗണ്ട്നെസ് ഉണ്ട്. ആൻഡ് ഇവിടുന്ന് ഫേസിന്റെ ഈ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ റൗണ്ടില്ല പോയത്, ഇവിടെ ഈ ഒരു ഭാഗം ഇവിടെ ഒരു റൗണ്ട്നെസ് ഉണ്ട്. അതായത് എല്ലാം ഫുൾ നമ്മൾ നോക്കുന്ന സമയത്ത് റൗണ്ട് ഫീച്ചേഴ്സ് ആണ് കൂടുതൽ. അല്ല, പക്ഷേ അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പം പൂജ കുറച്ചും കൂടി മേ ബി ഒന്ന് സ്ലിം ആവുന്ന ടൈമില് അപ്പോൾ ആ സമയത്ത് പൂജയ്ക്ക് പെട്ടെന്ന് വരാൻ ചാൻസസ് ഉള്ള ഈ ഒരു ഭാഗത്ത് ഈ പോയിന്റ് വരും ഇവിടെ. ജോലൈനുണ്ട്, ചിന്നേരിയ ഭയങ്കര മറ്റേ നമ്മള് പോയിന്റ് ആയിട്ട് വരും. അതായത് ഒരു ഹാർട്ട് ഷേപ്പിലേക്ക് വരും. ഓക്കെ, ഓൾമോസ്റ്റ് അതൊരു ഹാർട്ട് ഷേപ്പിലേക്ക് വരും. പക്ഷെ ഇപ്പോൾ നമ്മൾ കൂടുതൽ നോക്കുമ്പോൾ റൗണ്ടഡ് ഫീച്ചേഴ്സ് ആണുള്ളത്. അപ്പോൾ ഇപ്പം നമ്മൾ സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി സൈഡ് പാർട്ടീഷനിലേക്ക് തന്നെ പോകും. എന്തിനാണെന്ന് വെച്ചാൽ ആംഗുലാരിറ്റി കൊണ്ടുവരാൻ, ഇതിനെ ബാലൻസ് ചെയ്യണം, റൗണ്ടിനെ ബ്രേക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ആംഗുലാരിറ്റിയിലേക്ക് പോയിട്ട് പിന്നെ അടുത്തൊരു ഇഷ്യൂ ഉള്ളത് പൂജയ്ക്കും ഈ പറഞ്ഞ പോലെ ക്രേനിയൽ ടോപ്പ് ഫ്ലാറ്റാണ്. ഇവിടെ ഹൈറ്റ് ഇല്ല. അതായത് നമ്മുടെ ഈ ഒരു ഭാഗം മുതൽ ഇവിടം വരെ നോക്കുമ്പോൾ അവിടെ ഹൈറ്റ് പൊങ്ങിയിട്ടല്ല, പരന്നിട്ടാണ്. അപ്പൊ സത്യത്തിൽ അവിടെ വോളിയം കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. അവിടെ വോളിയം കൊണ്ടുവരിക. ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ പഫ് വെച്ചിട്ട് ഡ്രാമാറ്റിക് വോളിയം കൊണ്ടുവരണം.
പണ്ട് എല്ലാ ഗേൾസും അങ്ങനെയല്ലേ അതൊരു റെട്രോ അങ്ങനെ നിന്ന് വന്ന ഒരു സാധനമാണ്. ഇപ്പൊ അത് മാറി. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഇപ്പൊ ഹെയർ സ്റ്റൈൽ, ഹെയർ കട്ടിന് പോകുമ്പോൾ നമ്മൾ ഈ ഫ്രണ്ടിൽ ലെയേഴ്സ് വെട്ടുന്നതും അതുപോലെ ഫേസ് ഫ്രെയിമിങ് ലെയേഴ്സ് വെട്ടുന്നതും ഈ പറഞ്ഞ ഫ്രിഞ്ചസ് വെട്ടുന്നതും അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ചെയ്യത്തില്ലേ. ഇപ്പം പൂജയ്ക്കാണെങ്കിലും കുറച്ച് ഷോർട്ട് ഹെയർസ് ഇവിടെ കിടപ്പുണ്ട്, വെട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് പറഞ്ഞത്. അപ്പൊ അത് നമ്മൾ ചെയ്യുന്നതിന്റെ മെയിൻ ഉദ്ദേശം സത്യത്തിൽ എന്താണ്, ഇവിടെ വോളിയം വരിക എന്നുള്ളതാണ്. ഇവിടെ വോളിയം വരുമ്പോഴാണ് അത് ബാലൻസ്ഡ് ആവുന്നത്. അത് വെച്ചിട്ട് ആ വോളിയം പോകാത്ത രീതിയിൽ ഹെയർ സ്റ്റൈൽ കെട്ടുക എന്നുള്ളതാണ്. നമ്മൾ ഇപ്പം പൂജയുടെ കാര്യത്തിലാണെങ്കിൽ പൂജ ഓഫീസിലേക്ക് വരികയാണെങ്കിൽ പൂജയ്ക്ക് പറ്റുന്ന ഹെയർ സ്റ്റൈല് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു എന്താ പറയുക ലെങ്ത്ത് കുറച്ച് കീപ്പ് ചെയ്ത് ലെങ്ത്ത് ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെ കീപ്പ് ചെയ്യുന്നതാണ്. ഇപ്പം പൂജ അതുകൊണ്ടാണ് ഹെയർ ഓപ്പൺ ആയിട്ട് ഇടുന്നത്. ഓപ്പൺ ആയിട്ട് ഇടുന്നത് സത്യം പറഞ്ഞാൽ ഫേസിന് നീളം കുറച്ചും കൂടെ തോന്നിക്കുന്ന കാര്യമാണ്. അതെന്താണെന്നറിയോ, നമ്മളെ ഏറ്റവും കൂടുതൽ അറിയുന്നത് നമ്മൾ തന്നെയാണ്. നമ്മൾ അറിയാതെ ചെയ്യുന്ന പല കാര്യങ്ങളും ആക്ച്വലി നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളതായിരിക്കും. നമ്മൾ തന്നെയല്ലേ നമ്മളെ കണ്ടുപിടിക്കുന്നത്. അത് തന്നെയാണ് കാര്യം. അപ്പം അതിൽ അഥവാ ഇപ്പോൾ ഹെയർ സ്റ്റൈലിൽ ഒരു ഡിഫറൻസ് കൊണ്ടുവരണം എന്ന് വിചാരിച്ചാൽ പോലും ഇവിടുന്ന് ഇപ്പോൾ മേ ബി ഒന്ന് എടുത്തിട്ട് എവിടെയെങ്കിലും പിൻ ചെയ്ത് വെക്കുക, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇവിടെ വോളിയം കൊണ്ടുവരിക, ഈ ഹെയറിൻ്റെ ലെങ്ത് അങ്ങനെ കീപ്പ് ചെയ്യുക, അങ്ങനെ ചെയ്ത് പോകുന്നതായിരിക്കും അപ്പോഴും നല്ലത്. അല്ലാതെ മൊത്തത്തിൽ കൊണ്ടുപോയിട്ട് ബാക്കിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ചെയ്യണം എന്നല്ല പറയും. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ നമ്മളുടെ ഈ എന്താ പറയുക ഈ ഒരു ഏരിയ ഒക്കെ ആക്ച്വലി ഭയങ്കര വിസിബിൾ ആവും. അല്ല, അത് അങ്ങനെ ചെയ്ത് മൊത്തത്തിൽ അത് കൊണ്ടുപോയി കിട്ടുമ്പോൾ ഈ ഒരു ഭാഗത്ത് കുറച്ചും കൂടെ അത് വിസിബിൾ ആയി പോകും. ഇതാകുമ്പോൾ കുറച്ച് ഹൈഡ് ആയിട്ടും കിടക്കും. ഇപ്പം ഈ ഹെയർ സ്റ്റൈലിംഗ്, ഹെയർ ആക്സസറീസ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഏറ്റവും കൂടുതൽ അടുത്തൊരു പ്രശ്നം നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനല്ല, കാലങ്ങളായിട്ട് ആൾക്കാർ എന്താ പറയുക ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് ആണുങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഹെയർ കട്ട് എന്ന് പറയുന്നൊരു സാധനം. ഹെയർ കട്ട് ആൻഡ് ബിയർഡ് ട്രിമ്മിങ് എന്നും പറയുന്നത് രണ്ടും ഒരേ അളവിൽ പ്രശ്നമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതായത് ഇപ്പം എൻ്റെ പാർട്ട്ണറിൻ്റെ അടുത്താണെങ്കിലും ഒരു വിശ്വസിച്ച ഒരു സ്ഥലത്തേക്ക് പോകുക എന്നുള്ളത് അവന് ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ്. കാര്യം ഇപ്പോൾ ആമ്പിള്ളേരിപ്പോൾ ഒരു ഫോട്ടോ കാണിച്ചെടുത്തിട്ട് ഇതേപോലെ വെട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇതുവരെ ആരും ചെയ്തു കൊടുത്തിട്ടില്ല. അതെല്ലാം അവർക്ക് തോന്നുന്ന സെയിം ഹെയർ സ്റ്റൈൽ ആയിരിക്കും. ഈ സൈഡ് മാത്രം ഇങ്ങനെ 0 ഈ ലെവല് കുറച്ചെടുത്തിട്ട് ഇവിടെ മാത്രം വെക്കും. അതുപോലെ ബിയേർഡ് ആണെങ്കിൽ കുറച്ചൊന്ന് ഷേപ്പ് ചെയ്ത് വിടും. അപ്പോൾ ഈ ആൺപിള്ളേരിൽ തന്നെ ഒരുപാട് ഈ പറഞ്ഞ പോലെ ഹെയർ സ്റ്റൈലുകൾ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും, പല ഷേപ്പിനും ജോ ലൈനിലെ വ്യത്യാസത്തിലും. അപ്പോൾ അതെന്തൊക്കെ ടൈപ്പ് ഓഫ് ഷേപ്പിന് എന്തൊക്കെ ഹെയർ സ്റ്റൈൽ നല്ലതായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ബിയേർഡ് തന്നെ എന്തൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ബിയേർഡ് സ്റ്റൈലിങ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിലും ഞാൻ ഈ ജനറിക്കായിട്ട് ഭയങ്കര ബേസിക് ആയിട്ടുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ ഇപ്പോൾ സ്റ്റൈലിംഗ് ഇൻ ദ സെൻസ് സ്റ്റൈലിംഗ് ആൻഡ് ഗ്രൂമിങ് അതിൻ്റെ ഒരു ഒറ്റ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്വലി നമ്മൾ ബാലൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. എവിടെയാണ് ബാലൻസ് ഇല്ലാത്തത് അവിടെ ബാലൻസ് ആഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ആക്ച്വലി ഭയങ്കര സിമ്പിളാണ്. പക്ഷെ നമ്മൾ കൂടുതലും നമ്മൾ ഈ ഹെയർ സ്റ്റൈലിസ്റ്റുകളുടെ അടുത്ത് പോകുമ്പോഴേ അവരതിൽ എക്സ്പേർട്സ് ആണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. അവർ എക്സ്പേർട്സ് അല്ല എന്ന് ഞാൻ പറയുന്നില്ല, എക്സ്പേർട്സ് ആണ്. പക്ഷെ അവർ വിചാരിക്കുന്ന വെച്ചാൽ അവരുടെ ഏരിയയിൽ എക്സ്പേർട്ട്നെസ് അവർക്കത് കാണിക്കണം, അത്രേ അവർ ചെയ്യുള്ളൂ. അവർ നന്നായിട്ട് പണിയെടുക്കുന്നതാണ്, ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ അതും നമ്മുടെ ഫേസും ഇതുമൊക്കെ ആയിട്ട് യാതൊരു ബന്ധം ഉണ്ടാകത്തില്ല. അവരുടെ ആ ഒരു ഏരിയ മാത്രം ആണ് അത് ക്ലീൻ ആയിട്ട് നോക്കുക. പക്ഷേ ഇപ്പം കുറച്ച് ഈ പറഞ്ഞ റൗണ്ട് ഷേപ്പ് അല്ലെങ്കിൽ റൗണ്ട് ഫീച്ചേഴ്സ് കൂടുതലായിട്ടുള്ള ഒരു മെയിലാണെങ്കിൽ നോർമലി ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അവരെ കാണാൻ. ഓക്കെ, അവരുടെ ഒരു മൊത്തത്തിൽ അവരെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ്നെസ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ നമ്മളുടെ ഒരു മൊത്തത്തിലുള്ള ഒരു പെർസ്പെക്റ്റീവ് വെച്ചിട്ട് കുറച്ചും കൂടിയൊക്കെ അവർക്കൊരു റഫ്നെസ്സും കൂടെ ആഡ് ചെയ്യുമ്പോഴാണല്ലോ അവർക്ക് ഒരു മാൻലി എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കൂടുതലും ചില സമയത്ത് അതായിരിക്കും വേണ്ടത്. അപ്പം നമ്മൾ ആ സമയത്താണ് നമ്മൾ ഈ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സാധനങ്ങളിലേക്ക് മെയിനായിട്ട് പോകുന്നത്. സ്ട്രക്ചറിൽ ബിയേർഡിനകത്ത് സ്ട്രക്ചർ കൊണ്ടുവരിക. ബിയേർഡിനകത്ത് സ്ട്രക്ചർ കൊണ്ടുവരിക എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ നോർമലി പോയിട്ട് സ്ട്രക്ചർ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പിക്ചർ കാണിക്കുമ്പോൾ ഇവർ നോർമലി മനസ്സിലാക്കുന്നത് ഒക്കെ ട്രിം ചെയ്യണമെന്ന് മാത്രമാണ്. അപ്പോൾ അവരതിനെ ഫ്ലാറ്റായിട്ട് എങ്ങനെയാണോ ഉണ്ടാവുക അതിനെ ഫ്ലാറ്റായിട്ട് കൊണ്ടുവരും. പക്ഷെ അതവിടെ ഷേപ്പ് കൊടുക്കുന്ന രീതിയിൽ ഇപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നീറ്റായിട്ട് അത് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു എഡ്ജായിട്ട് തന്നെ വെക്കുകയാണെങ്കിൽ ആ ഷേപ്പ് കയറി വരും. അതല്ലെങ്കിൽ ഇപ്പം ഭയങ്കര സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പം ഏത് ഓക്കെ ബ്രാഡ് പിറ്റ് നോക്കുന്നത്, ബ്രാഡ് പിറ്റിന് പിന്നെ എന്തും ചെയ്യണം. അപ്പം
ബ്രാഡ് പിറ്റ് നോക്കുകയാണെങ്കിൽ ബ്രാഡ് പിറ്റിന് ഈ പറഞ്ഞ പോലെ എല്ലാം ചേരുമെങ്കിലും നമ്മൾ കൂടുതലും അതിന് കുറച്ച് സോഫ്റ്റ്നെസ് കൊണ്ടുവരാൻ നമുക്ക് പറ്റും. കുറച്ച് സോഫ്റ്റ്നെസ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കുറച്ച് മെസ്സി ആക്കിയാൽ മതി. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് സാധ്യതയിൽ ഈ മെസ്സി ഒരു ഇത് കൊടുക്കുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് മെസ്സി ഹെയർ സ്റ്റൈൽ, മെസ്സി ബിയോർഡ് സ്റ്റൈല്. ബിയോർഡിൽ തന്നെ ആക്ച്വലി ഈ മെസ്സിനെസ് നമ്മൾ വിചാരിക്കുന്ന മെസ്സിനെസ് മെസ്സി ആയിട്ടിരുന്നാൽ മതി എന്നാണ്. അല്ല, മെസ്സിനെസ് കൊണ്ടുവരണമെങ്കിൽ കുറച്ച് പണിയെടുക്കണം. പണിയെടുത്താണ് മെസ്സിനെസ് കൊണ്ടുവരിക. അപ്പൊ ഈവൻ നമ്മൾ മറ്റേ ഹെയർ ഒക്കെ മെസ്സി ആയിട്ടിരിക്കുന്നത് അത് മെസ്സി ആക്കി വെക്കുന്നതാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും അതിനെ ഓക്കെ അവർക്ക് മറ്റേ അല്ല, നമ്മളുടെ ഒരു പെൺകുട്ടികളുടെ ലുക്കിൽ മെസ്സി ബണ്ണ് പറയത്തില്ലേ, ആ മെസ്സി ബൺ പണിയെടുത്ത് ഉണ്ടാക്കുന്നതാണ് നമുക്കറിയാലോ. രാവിലെ എണീറ്റിട്ട് കിട്ടുന്നത് ഭയങ്കര ഭംഗിയുണ്ടാവും, പക്ഷെ വേണം വെച്ച് മെസ്സി ആക്കുമ്പോ ശരിയാവില്ല. അപ്പൊ ഈ സെയിം കാര്യം തന്നെയാണ് ആണുങ്ങളുടെ കാര്യത്തിൽ. ബിയോർഡിന്റെ ആണെങ്കിലും ഹെയറിന്റെ ആണെങ്കിലും സ്ട്രക്ചർ ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ സ്ട്രക്ചർ കൊണ്ടുവരിക. ഇപ്പം സ്ട്രക്ചർ കൂടുതലുള്ള ആൾക്കാർക്കാണെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സോഫ്റ്റ്നെസ്, കുറച്ച് എഡ്ജസ് ഒക്കെ എഡ്ജായിട്ട് വരാത്ത രീതിയിൽ കുറച്ച് മെസ്സിനെസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം തന്നെ ഓൾമോസ്റ്റ് ഇത് ബാലൻസ്ഡ് ആവും. പിന്നെ നമ്മൾ ഏത് ഭാഗത്തേക്കാണ് ഇപ്പം അവരുടെ ഫേസിൽ അവർക്ക് കോൺഫിഡൻസ് ഇല്ലാത്തൊരു ഏരിയ ഉണ്ടെന്ന് വെച്ചോ, മേ ബി അവരുടെ കണ്ണാണെന്ന് വിചാരിക്കുക. അപ്പോൾ കണ്ണിലേക്ക് ഫോക്കസ് പോകുന്ന രീതിയിൽ ഒരിക്കലും ഹെയർ സ്റ്റൈൽ കൊണ്ടുവരാതിരിക്കുക. ഫോർ എക്സാമ്പിൾ, മൊത്തത്തിൽ കാണുമ്പോൾ മൊത്തത്തിൽ പ്രപ്പോർഷനേറ്റ് ആയിട്ട് തോന്നണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഈ ഒരു ഭാഗത്താണെങ്കിലും ഇവിടെ കുറച്ച് ഹൈറ്റ് കൊണ്ടുവരിക, ബാലൻസ്ഡ് ആക്കുക. ബിയോർഡിൻ്റെ കാര്യമാണെങ്കിലും ബാലൻസ്ഡ് ആക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കണ്ണ് കുറച്ച് ചെറുതാണെങ്കിൽ കണ്ണിലേക്ക് ഫോക്കസ് ഒരിക്കലും വരില്ല, മൊത്തത്തിലാണ് വരിക. അപ്പോൾ ഏത് ഭാഗത്ത് ഇപ്പം നമ്മൾ നോർമലി സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ചെയ്യുന്നൊരു കാര്യം അതാണ്, ഏത് ഭാഗമാണോ പ്രശ്നമായിട്ട് തോന്നുന്നത് ആ ഏരിയയിലേക്ക് ഫോക്കസ് കൊണ്ടുവരാതിരുന്നാൽ മതി. മറ്റുള്ള ഏരിയനെ ഫോക്കസ് ചെയ്താൽ മതി, ഇതിനെ ഹൈഡ് ചെയ്യണം എന്നില്ല. ബാക്കിയുള്ളത് എൻഹാൻസ് ചെയ്താൽ മതി. അപ്പോൾ ഇപ്പം എല്ലാ ആൾക്കാരും ചെയ്യുന്ന പരിപാടി ഇതിനെ ഹൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് കുറച്ചും കൂടി നമുക്ക് ഓക്വേർഡ് ആവും, നമ്മുടെ കോൺഫിഡൻസിനെ അത് ബാധിക്കും. അതെ, കണ്ണധികം കോൺഷ്യസ് അല്ല ആളായിരിക്കും ഇവിടെ വെട്ടിടുക. അതെ, അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങോട്ടേക്ക് ഫോക്കസ്. ഓക്കെ, നമ്മളിപ്പോൾ ഇത്രയും ഡിഫറെൻറ്റ് ഹെയർ സ്റ്റൈൽ നമുക്ക് ട്രൈ ചെയ്യാന്ന് പറഞ്ഞപ്പം ഇതേപോലെ തന്നെ അപ്പോൾ അവർ ചിന്തിക്കും, ഇപ്പോൾ കേൾക്കുന്ന ആമ്പിള് ചിന്തിക്കും, ഈ പറഞ്ഞ താടിയൊന്നും എനിക്ക് വലുതായിട്ട് ഒന്നുമില്ല. അതായത് ഇപ്പോൾ ഇവിടെ മാത്രം കുറച്ച് താടി, ഇവിടെ ഇങ്ങനെ ഇടയിലിടയിൽ ഗ്യാപ്പുള്ള താടി. ഈ ഹെയർ ലൈനൊക്കെ ആണെങ്കിൽ ഈ രണ്ട് സൈഡിൽ ചിലപ്പോൾ കയറി നിൽക്കുന്ന ഹെയർ ലൈൻ ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള വോല്യൂം ഭയങ്കര കുറവുള്ള ആൾക്കാർക്ക് എങ്ങനെയായിരിക്കും സ്റ്റൈലിങ്? വോളിയം ഭയങ്കര കുറവുള്ള ആൾക്കാർക്ക് ഇപ്പോൾ സ്റ്റൈലിങ്ങിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഇത് ഫില്ല് ചെയ്യാൻ പറ്റുന്ന, അങ്ങനെ അത് ആ ലുക്ക് വേണം എന്നുള്ളവർക്ക് അത് ഫില്ല് ചെയ്യാൻ പറ്റും. അതിന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പൗഡേഴ്സ് ഉണ്ട്, അതുകൊണ്ടുള്ള ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, കുറച്ച് ക്രീം പ്രോഡക്റ്റ് ഉണ്ട്, അല്ലാത്ത പ്രോഡക്റ്റ് ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. നമ്മൾ ഐബ്രോസ് നമ്മൾ ഫില്ല് ചെയ്യത്തില്ലേ, ഇറ്റ്സ് സെയിം തിങ്. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ചില ആൾക്കാർക്ക് പക്ഷെ അത് ഈ പറഞ്ഞ ഡെയിലി എണീറ്റ് അത് ഫില്ല് ചെയ്യുന്നത് തന്നെ വലിയൊരു പണിയായിട്ട് അവർക്ക് തോന്നാം. അങ്ങനെയുള്ള ആൾക്കാർ കുറേ പേരൊക്കെ ഇത് മെയിൻ്റനൻസിൻ്റെ ഈസിനെസ് കൊണ്ട് അവർ ക്ലീൻ ഷേവിലേക്ക് പോകും. എന്നിട്ട് സ്ട്രക്ചർ ഒരു സ്ഥലത്തേക്ക് മാത്രം സ്ട്രക്ചർ കൊടുക്കും. ഇപ്പം ഹെയറിലേക്ക് മാത്രം ഒരു ഫോക്കസ് കൊടുക്കുന്ന രീതിയിൽ അങ്ങനെ ചെയ്യും. ഹെയറിൻ്റെ കാര്യത്തിൽ ഇപ്പം ഹെയറിൻ്റെ ആണെങ്കിലും എനിക്കൊന്ന് ബിയേർഡിൻ്റെ ആണെങ്കിലും ഇപ്പം മറ്റേ PRP പോലെയുള്ളതും ട്രാൻസ്പ്ലാന്റേഷനും ഒക്കെ നടക്കുന്നൊരു സമയം കൂടിയാണ്. അതും ആൾക്കാർ ചെയ്യുന്നുണ്ട് കേട്ടോ. പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ വളരെ കോൺഷ്യസ് ആയിട്ട് ആൾക്കാർ അതിനെപ്പറ്റി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈവൻ ദോ നമുക്കിപ്പം അതിൻ്റെ അകത്ത് അവിടെയാണെങ്കിലും നമ്മൾ ഫോക്കസ് ആ ഭാഗത്തേക്ക് കൊണ്ടുവരാതിരിക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പം ഹെയറിൻ്റെ കാര്യമാണ് പ്രത്യേകിച്ച്. ബിയേർഡിൻ്റെ കാര്യം പിന്നെയും കുഴപ്പമില്ല, കാരണം നമ്മൾ ബിയേർഡിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഹെയറിനത് അഡ്ജസ്റ്റ് ചെയ്യും. ഹെയറിൻ്റെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ എയ്തർ അവർ ചിലപ്പോൾ ചില ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ കുറച്ചൊരു കുറച്ച് റോ ലുക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവർ നന്നായിട്ട് അത് ട്രിം ചെയ്തിട്ട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നവരുണ്ട്. ഭയങ്കര ട്രിം ചെയ്ത് വെക്കും, അപ്പോൾ അത് അറിയത്തില്ല, ഇത് ഭയങ്കര സ്പ്രെഡ് ആയതുപോലെ ഫീൽ ചെയ്യും. അങ്ങനെ കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അതായത് അത് ഈ പറഞ്ഞ പോലെ ലോ മെയിൻ്റനൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണ്. ഇപ്പം പക്ഷേ എനിക്ക് തോന്നുന്നില്ല, ഇപ്പം ആൾക്കാർക്ക് ഒരുവിധം കുറച്ച് അവർ കോൺഷ്യസ് ആണ്. പണ്ട് പെൺകുട്ടികൾ മാത്രമാണ് ഇത്തരം സാധനങ്ങളിൽ ഭയങ്കര ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇപ്പം ആൺകുട്ടികൾ ഭയങ്കരമായിട്ട് അതിനകത്ത് കോൺഷ്യസ് ആണ്. അവർ അത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കും. ബട്ട് ഈവൻ ദോ എന്നിട്ടും നമ്മൾ ഈ പറഞ്ഞ ചില ആൾക്കാർക്ക് അത് പറ്റാത്ത ആൾക്കാർ ക്യാപ്പ് വെച്ച് കിടക്കുന്നവരുണ്ട്. പക്ഷെ ക്യാപ്പ് വെക്കുന്നത് എപ്പോഴും ഞാൻ അഡ്വൈസബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. ബിക്കോസ് അത് സ്കാൽപ്പിൽ അവിടെ ഇരുന്നിട്ട് ഈ പറഞ്ഞ സ്വെറ്റും കൂടെ ഇരുന്നിട്ട് ആകെ ട്രാപ്പായിട്ട് അത് കുറച്ചും കൂടെ പ്രശ്നമാക്കാനാണ് എപ്പോഴും ചാൻസ് ഉണ്ടാവുക. ഞാനത് പറയുന്നതിൻ്റെ കാര്യം വെച്ചാൽ ഞാൻ കുറച്ച് സ്കിന്നിൻ്റെ കാര്യത്തിലും കൂടി കാര്യങ്ങൾ ഞാൻ നോക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് അത് വെച്ചിട്ടാണ് അത് ജസ്റ്റ് പറഞ്ഞു പോയത്. പക്ഷേ ഡെഫിനറ്റ്ലി ഈ പറയുന്ന പോലെ ഫോക്കസ് അങ്ങോട്ടേക്ക് കൊണ്ടുവരാതിരിക്കുക. അങ്ങനെയുള്ളവർക്ക് ആക്സസറീസിലേക്ക് കൊടുക്കുക. ആക്സസറീസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തന്നെ ഈ ബിയേർഡിലേക്കും ഹെയറിലേക്കും ഉള്ള ഫോക്കസ് മാറ്റിയിട്ട്
ഇപ്പം നെക്ക് ചെയിൻസ് കൊടുക്കുക, കയ്യിലാണെങ്കിലും കുറേ ഇയറിങ്സ് കൊടുക്കുക, അല്ലെങ്കിൽ സോറി ഈ പറഞ്ഞ ഫിംഗർ റിങ്സ് കൊടുക്കുക, അല്ലെങ്കിൽ ഹാൻഡ് കഫ്സ് പോലെയുള്ള സാധനങ്ങൾ എന്തെങ്കിലും കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സത്യത്തിൽ മാറും. ആൻഡ് ഓൾസോ ഇവരുടെ ഡ്രസ്സിങ്ങിൻ്റെ അകത്തേക്ക് ആ ഒരു ഫോക്കസ് കൊണ്ടുവന്നു കഴിഞ്ഞാലും അത് മാറും. ഇത്തരം കാര്യങ്ങളെല്ലാം ആക്ച്വലി ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പറയുന്നത് പോലെ ഇതെല്ലാം ഇപ്പോൾ ഈവൻ ഞാൻ പറയുന്ന ഹെയറും ബിയേർഡും ഈ 2 കാര്യങ്ങളും നമ്മളുടെ പെൺകുട്ടികളുടെ കാര്യമാണെങ്കിൽ ഐബ്രോസും ഹെയറും ഇത് പേർപ്പസ്ഫുള്ളി തന്നെ നമ്മൾ ചെയ്യണം, ഇനിഷ്യേറ്റീവ് എടുത്ത് ഡെയിലി മെയിൻ്റനൻസ് ആവശ്യമുള്ള കാര്യമാണ്. ഇപ്പം ഇപ്പൊ കുറച്ചുകൂടെ ആൾക്കാർ ഇപ്പം ബോയ്സ് ആണെങ്കിലും കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് അവരുടെ ഇഷ്ടത്തിലുള്ള സ്റ്റൈലിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ഇപ്പൊ മുടിയൊക്കെ ആക്ച്വലി വളർത്തുന്ന ബോയ്സ് ഉണ്ട്. പക്ഷെ പലപ്പോഴും എനിക്ക് തോന്നിയില്ല കേട്ടോ, എൻ്റെ പെർസ്പെക്റ്റീവിൽ ഈ ലോങ് ഹെയർ കൊണ്ട് നടക്കുന്ന ആൾക്കാരുടെ ചില ആൾക്കാരുടെ ഫേസ് ഷേപ്പിന് അത് മാച്ച് അല്ലാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കര റൗണ്ട് ആയിട്ടുള്ള ഒരു ബോയ്ക്ക് മുടി ഇതാക്കുമ്പോൾ മേ ബി അതൊരു സുഖം, പക്ഷെ നേരെ മറിച്ച് കുറച്ചുകൂടെ ജോലൈനൊക്കെ തോന്നുന്ന ഒരാൾക്ക് അത് കുറച്ചുകൂടെ ഭംഗി തോന്നിയിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ പെർസ്പെക്റ്റീവ് ആണ് കേട്ടോ. അങ്ങനെ ഇപ്പൊ ഈ മുടി ഇപ്പൊ വളർത്താൻ ആഗ്രഹമുള്ള ഒരു ഷോൾഡർ ലെവലൊക്കെ ഇടാൻ ആഗ്രഹമുള്ള ഒരു ആമ്പിള്ളേരുണ്ടെങ്കിൽ ഏത് ഫേസ് ടൈപ്പ് ഒക്കെ ആയിരിക്കും അതിന് കറക്റ്റ് ആയിട്ടുണ്ടാവുക? ഞാൻ പറയുന്നത് ഈ റൗണ്ട്നെസ്, സോഫ്റ്റ്നെസ് അത് കൂടുതലുള്ള ആൾക്കാർ ഇത്തരം സാധനങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഒരുപാട് ലോങ് ഹെയറിലേക്ക് പോകുമ്പോൾ അത് അവർക്ക് ഈ പറഞ്ഞതുപോലെ കുറച്ചും കൂടി സോഫ്റ്റ്നെസ് ആഡ് ചെയ്ത് എഡ്ജസ് ഇല്ലാത്ത പോലെ ആയിപ്പോവും. അങ്ങനെയാണ് നോർമലി പറ്റുക. പക്ഷേ ഫേസ് കുറച്ചും കൂടെ കോൺടൂർഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടെ ഹെയർ ലെങ്തിയിൽ പോകുന്നത് നല്ലതാണ്. പക്ഷേ ഈവൻ ദോ ഞാൻ പറഞ്ഞാലും നമ്മൾ ഒരുപാട് ലോങ് ആക്കുമ്പോൾ, ജെൻസിനാണെങ്കിൽ ഒരുപാട് ലോങ് ആക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഭയങ്കര വെയ് ഡൗൺ ചെയ്തിട്ടാണ് കിടക്കുക. താഴേക്കാണ് വെയിറ്റ് വരിക. ഈ വെയിറ്റ് താഴേക്ക് വരുമ്പോൾ ഈ ഒരു ഏരിയ ഭയങ്കരമായിട്ട് ഫ്ലാറ്റ് ആവും. ആൻഡ് ഇവർ കെട്ടുന്ന രീതിക്കും പ്രശ്നമുണ്ട്. ഇവർ കെട്ടുന്ന രീതി അത് ഈ ഒരു ഭാഗത്ത് വോളിയം വരുന്ന പോലെയല്ല അവരും കെട്ടുന്നത്. അങ്ങനെ കെട്ടിക്കഴിയുമ്പോൾ അത് നന്നായിട്ട് സത്യത്തിൽ നല്ല ബോറായിട്ട് തോന്നും. അപ്പോൾ അതിനും ആക്ച്വലി ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഈ ഒരു ഷോൾഡർ ലെവലിലൊക്കെ വന്നിട്ട് ഇതിൻ്റെ അകത്തൊരു നമ്മൾ സാധാരണ പെൺകുട്ടികളുടെ ഒരു ലെയർഡ് ലുക്കൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്തിട്ട് ആ ലെയറിൻ്റെ അകത്ത് മേ ബി ചെറിയ രീതിയിൽ കളറൊക്കെ ചെയ്യുകയാണെങ്കിൽ, എൻഡ് പോർഷനിലൊക്കെ ഒരു കളേഴ്സൊക്കെ കൊടുക്കുകയാണെങ്കിൽ, ഒരു വൈബ്രൻസി കൊടുക്കുകയാണെങ്കിൽ അത് ഡയമെൻഷനും വരും, കുറച്ചും കൂടെ കാഴ്ചയിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുകയും ചെയ്യും. ഇപ്പൊ ഇത്രയും നേരം നമ്മൾ മെന്നിനെ പറ്റി സംസാരിക്കുന്ന പോലെ തന്നെ വിമനിലേക്ക് വരുമ്പം ഇപ്പം നമ്മൾ ഓഫീസ് സെറ്റുകളിൽ നമുക്കിങ്ങനെ ബണ്ണ് ചെയ്യാമെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹെയർ സ്റ്റൈൽസ് നമുക്ക് ബാക്കി അറ്റൈഴ്സിലും കൊണ്ടുവരാൻ പറ്റും. ഈ പറഞ്ഞ പോലെ സൽവാറിലായിക്കോട്ടെ, സാരീസിലായിക്കോട്ടെ, നോർമൽ ജീൻസ് ക്രോപ്പ് ടോപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഷോർട്ട്സ്, ലോങ് ടീഷർട്ട് അങ്ങനെ ആയിക്കോട്ടെ. അപ്പം ഇത്രയും ഒരു ഔട്ട്ഫിറ്റ്സിൽ നമുക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് ഡിഫറെൻറ്റ് ഹെയർ സ്റ്റൈൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും? ഇപ്പം നമ്മൾ എത്നിക് ലുക്കൊക്കെ ഞാനതിൽ വേറൊരു വലിയൊരു കാര്യമായിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ഏത് നെക്ക് ലൈൻ ഏതാണെന്ന് ചൂസ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ഹെയർ സ്റ്റൈൽ എപ്പോഴും കൊണ്ടുപോകുന്നതാണ് എപ്പോഴും നല്ലത്, ഏത് ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ആണെങ്കിലും. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഇപ്പം കുറച്ച് ഈ ഒരു കോളർ കയറി നിൽക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ഔട്ട്ഫിറ്റാണെന്ന് വിചാരിക്കാം. ഏതാണെങ്കിലും കോളർ കയറി നിൽക്കുന്നതാണെങ്കിൽ നമ്മൾ അതിൻ്റെ പുറത്തു കൂടി നമ്മൾ ഹെയർ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇട്ടാൽ, ഇവിടെ ഹെയർ ഓപ്പൺ ആയിട്ട് കിടക്കുകയാണെന്ന് വെച്ചോ, ഈ കോളറും ഉണ്ടെന്ന് വെച്ചോ, അപ്പോൾ എന്താ സംഭവിച്ചാൽ ഈ കോളർ ഒന്ന് ഹൈഡ് ചെയ്തിട്ടുണ്ട്, ഈ ഹെയറും കൂടെ ആകുമ്പോഴത്തേക്ക് ഇവിടെ കുറച്ചും കൂടെ ക്രൗഡഡ് ആവും. അപ്പോൾ ഒട്ടും തന്നെ ഇവിടെ ഒരു ബ്രീത്തിങ് സ്പേസ് കാണത്തില്ല. അപ്പോൾ നമ്മുടെ ഈ ഫേസ് കുറച്ചും കൂടെ ബ്രൈറ്റ് ആവുന്നത് അങ്ങ് കുറയും. അപ്പം ഈ ഒരു ഭാഗത്ത് ഇവിടെ കുറച്ച് സ്പേസ് ഇല്ലെങ്കിൽ ഹെയർ എവേ കൊണ്ടുപോയി കിട്ടുക, ഫേസ് ഒന്ന് മാറ്റുക. അതാണ് ഞാൻ പറഞ്ഞത്, നെക്ക് ലൈൻ്റെയും ജ്വല്ലറിയുടെയും ഒക്കെ ചൂസ് ചെയ്ത് അതിനനുസരിച്ചിട്ടായിരിക്കണം എപ്പോഴും ഈ ഒരു സാധനം ഹെയറിൻ്റെ ഒരു കാര്യം എപ്പോഴും നമ്മൾ ഡിസിഷൻ എടുക്കുക. ഹെയറിന് ഇപ്പം ഭയങ്കര ഓപ്പൺ നെക്ക് ലൈൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ ആക്സസറീസിലേക്ക് ഫോക്കസ് പോകണമെന്നുണ്ടെങ്കിൽ അപ്പോഴും ഹെയർ എവേ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. ആക്സസറീസിലായിരിക്കണം ഫോക്കസ് എന്നുണ്ടെങ്കിൽ. അതല്ല, ചില ആൾക്കാർക്ക് കുറച്ച് ആക്സസറീസിലേക്ക് പോകണം എന്നില്ല, പക്ഷെ കുറച്ച് ബാലൻസ്ഡ് ആയിരിക്കണം, ഹെയറിനെയും കാണിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ ഫ്രണ്ടിലേക്ക് ഇടാം, കുറച്ച് നമ്മൾ ബാക്കിലേക്ക് ഇടാം. അങ്ങനെ ഇട്ട് നമ്മൾ എത്നിക് സ്റ്റൈൽസ് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ആക്സസറീസിലേക്ക് അധികം പോകത്തില്ല. ആക്സസറി അധികം അറ്റൻഷൻ പോകരുതെന്നുണ്ടെങ്കിൽ, നെക്ക് ലൈനിലേക്ക് അറ്റൻഷൻ പോകണം എന്നുണ്ടെങ്കിലും നമ്മൾ ഹെയർ എവേ കൊണ്ടുപോകണം. അതാണ്, അങ്ങനെയാണ് നോർമലി ഉള്ള നെക്ക് ലൈൻസ് വെച്ചിട്ടാണ് എപ്പോഴും ഈ ഒരു ഹെയർ സ്റ്റൈല് നമ്മൾ ഫേസിൻ്റെ ഷേപ്പ് മാത്രമല്ല അവിടെയും നോക്കുക, ഓരോ ഔട്ട്ഫിറ്റിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ് നോക്കുക. എന്നാലും എത്നിക് ഹെയർ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും എത്നിക്കിനകത്ത് ഈ ബ്രെയ്ഡ്സ് വരുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുക. ആൻഡ് ഓൾസോ കുറേ കെട്ടി വെക്കുന്നതാണ്.
ഓപ്പൺ ഹെയർ ആയിട്ട് ഇടുന്നതിനേക്കാളും കൂടുതലായിട്ടും ടൈ ചെയ്ത് വെക്കുന്നതാണ് നമ്മൾ എപ്പോഴും എത്നിക് ലുക്കിൽ ചെയ്യുക. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം അക്സസറീസിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതുകൊണ്ട്. ഹെവി അക്സസറീസ് ആയിരിക്കും, സ്വാഭാവികമായിട്ടും അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. പക്ഷേ ഇപ്പോൾ നമ്മൾ വെസ്റ്റേൺ വെയർ ഒക്കെ ആണെങ്കിൽ, വെസ്റ്റേൺ വെയറിലേക്കൊക്കെ വരികയാണെങ്കിൽ അത് നമ്മൾ കുറച്ചും കൂടി ഓപ്പൺ ഹെയർ അപ്പോഴാണ് നമ്മൾ ചൂസ് ചെയ്യുക, ഓപ്പൺ ആയിട്ട് ഇടുക. ആൻഡ് ദെൻ അപ്പോഴും നമ്മുടെ ഒരു ഇയറിംഗ് ഒക്കെ നമുക്ക് കുറച്ച് സട്ടിലായിരിക്കും, കുറച്ചും കൂടി കാഷ്വലായിട്ടാണ് നമ്മൾ ആ സമയത്ത് ഇരിക്കുന്നുണ്ടാവുക. പക്ഷെ അവിടെയും ഇപ്പം നല്ല പോണി പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഈവൻ നമ്മുടെ ഈ കോളേർഡ് നെക്ക് ലൈൻ ഒക്കെ ആണെങ്കിൽ പോണി ഒക്കെ കെട്ടിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഫേസ് നെവേ പോവും. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഫേസ് കുറച്ച് ബ്രൈറ്റ് ആവുക. അപ്പം അങ്ങനെ പോണി പോകുമ്പോഴും അടുത്തൊരു പ്രശ്നം, ലോ പോണി ഉണ്ട്, ഹൈ പോണി ഉണ്ട്. അപ്പോൾ ലോ ഇപ്പം ഈ ഒരു ഭാഗം ഫ്ലാറ്റ് ആണെങ്കിൽ ലോ പോണി പോയി കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും. ഈ ഒരു ഭാഗത്തിന് ഈ ഹൈറ്റ് ഉണ്ടെങ്കിലാണെങ്കിൽ ലോ പോണി കെട്ടിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അല്ലെങ്കിൽ ഹൈ പോണിയിലേക്ക് പോകണം. അപ്പോൾ ഇവിടെ വോളിയം കൊണ്ടുവരണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ നയൻതാരയുടെ പിക്ചേഴ്സിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യമുണ്ട്. നയൻതാര ഒരു ബൺ കെട്ടുന്നത്, ഇവിടെ ഒരു ബൺ കെട്ടും. ഓക്കെ, അങ്ങനെയാണ് പോവുക. നയൻതാരയുടെ ഫേസിൻ്റെ ഷേപ്പിൽ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. നയൻതാരയുടെ ഇവിടുത്തെ ലോവർ പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു ലോവർ തേർഡിലാണ് കുറച്ചും കൂടെ ലെങ്ത് ഉള്ളത്, കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ളത്. നെറ്റ് ഭയങ്കര കുഞ്ഞതാണ്, ഈ ഒരു ഭാഗത്തേക്കാണ് കുറച്ച് ഹെവിനെസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബണ്ണിലേക്ക് അത് കെട്ടുന്നത്. അപ്പോൾ വലിയ കുഴപ്പമില്ല. അതല്ലെങ്കിൽ പിന്നെ ഇപ്പം നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഫ്രിഞ്ചസ് നമ്മൾ ആഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ, ഇപ്പം ചില ആൾക്കാർ അത് നമ്മൾ പറയുക പെയർ ഷേപ്പ് എന്നും പറയും, ഫേസിൻ്റെ പെയർ ഷേപ്പ് എന്ന് പറയും. അപ്പോൾ ആ ഒരു ഷേപ്പിലേക്ക്, അല്ലെങ്കിൽ ട്രയാങ്കിൾ ഷേപ്പ് എന്ന് പറയും, ആ ഒരു ഷേപ്പുള്ള ആൾക്കാർക്ക് നോർമലി എല്ലാവരും വിചാരിക്കുന്നത് ഫേസ് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഫ്രിഞ്ചസ് കട്ട് ചെയ്തിടും. ഈ മറ്റേ ഫ്രിഞ്ചസ് ഏരിയ ആണത്. അതെ, ഫ്രിഞ്ചസ് കട്ട് ചെയ്തിടും. ഈ ഫ്രിഞ്ചസ് കട്ട് ചെയ്യുമ്പോൾ അങ്ങനെയുള്ളവരുടെ ഒരു പ്രശ്നം വെച്ചാൽ അവരുടെ ഈ ഒരു ഏരിയയിലാണ് ശരിക്കും ചബ്ബിനെസ് ഉള്ളത്. അപ്പോൾ ഇവിടെ മാത്രം സത്യത്തെ ഹൈഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നെറ്റ് കുറച്ചും കൂടി അങ്ങ് കവേർഡായി. അപ്പം നമ്മളെന്താണെന്ന് വെച്ചാൽ ഇപ്പം എനിക്കാണെങ്കിൽ തന്നെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇതെടുത്ത് മാറ്റിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് താഴേക്ക് ഇട്ടാൽ, ഇതിപ്പോൾ കാണുമെന്ന് അറിയത്തില്ല, പക്ഷെ ഇവിടുന്ന് താഴേക്കാണ് ഇടുന്നതെങ്കിൽ അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ ഹൈഡായി ഇവിടെ ഇവിടെ ബാലൻസ്ഡും ആയി. അതാണ് അങ്ങനെയുള്ള സമയത്ത് ചെയ്യേണ്ടത്. പക്ഷെ നമുക്കെല്ലാം അറിയുന്നത് എന്താണ്, എല്ലാത്തിനും ഒരുപോലെ ഒരു ഫ്രിഞ്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഫ്രിഞ്ച് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആവുന്നതാണ്. അതിൽ ഈ പറഞ്ഞ ബാലൻസ്ഡ്, എവിടെയാണ് ബാലൻസ് ആക്കേണ്ടത് ആ ഒരു ഏരിയ മാത്രം ബാലൻസ് ആക്കി പോയി കഴിഞ്ഞാൽ ഇതായിരിക്കും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമ്മൾ ഈ കളർ ടോൺ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ അണ്ടർ ടോണിനനുസരിച്ച് നമ്മൾ ആക്സസറൈസ് ചെയ്യണം എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബാക്കി ഇടുന്ന ഡ്രസ്സുകളിലും നമുക്ക് ചില കളേഴ്സ്, അത് ആക്ച്വലി പറയുന്നത് ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് ആൾക്കാർ എടുത്തേക്കാം. പക്ഷേ ചില കളേഴ്സ് ഇപ്പം ഞാൻ പറയുന്ന ഒരു എക്സാമ്പിൾ ആയിട്ട്, ഇപ്പം നമ്മൾ വീടിന് പെയിന്റ് അടിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു മാച്ചും ഇല്ലാത്ത വേറൊരു കോൺട്രാസ്റ്റ് കളർ കൊണ്ട് നമ്മൾ അതിന് അടിക്കില്ല. നമ്മൾ അതായത് ബേസിക്കലി ചിലപ്പോൾ ഈ 4 വാൾ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഓപ്പോസിറ്റ് കുറച്ചുകൂടെ കളർ കോൺട്രാസ്റ്റ് നോക്കി അടിക്കും. സോ ഫോർ മീ ബോഡി ഈസ് ഓൾസോ എ ക്യാൻവാസ്. ഇപ്പം നമ്മൾ നമ്മുടെ സോ അപ്പോൾ നമ്മുടെ ഈ ഒരു സ്കിൻ ടോണിൽ പറ്റുന്ന പോലെ നമുക്ക് അതിനനുസരിച്ചുള്ള കളർ നമ്മൾ വേറെ, ഇപ്പോൾ പെയിന്റ് അടിക്കുന്ന പോലെ തന്നെ നമ്മൾ അതിനനുസരിച്ച് വേറെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യും നമ്മുടെ ആ ഒരു ബ്യൂട്ടി എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഏതൊക്കെ ടൈപ്പ് ഓഫ് അണ്ടർ ടോൺ അല്ലെങ്കിൽ നമ്മുടെ അണ്ടർ ടോൺ അനുസരിച്ച് നമ്മൾ എന്തൊക്കെ കളേഴ്സാണ് നമ്മളെ ഒന്ന് എൻഹാൻസ് ചെയ്യുന്നത്? ആ ഒരു നോർമലി ഉള്ളതിൽ അതിൽ പല പാർട്ടുണ്ട് ഈ കളേഴ്സിൻ്റെ കാര്യത്തിൽ. നോർമലി നമ്മൾ പറയുക പേഴ്സണൽ കളർ അനാലിസിസ് ഉണ്ട്. പേഴ്സണൽ കളർ അനാലിസിസ് എന്ന് പറയാൻ ഓരോ ആൾക്കാർക്കും ഒരു കളർ പാലറ്റ് ഉണ്ട്. അത് ഇൻ ജനറൽ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇൻ ജനറൽ 16 കളർ പാലറ്റ് ഉണ്ട്. നമ്മൾ ഈ 16-ൽ ഒന്നായിരിക്കും. ഓക്കെ, അതിലേതാണെന്ന് നമുക്ക് അറിയുന്ന ആൾക്കാർ വളരെ വളരെ കുറവായിരിക്കും. ആ ഒരു പെർട്ടിക്കുലർ ഇപ്പം പണ്ടുള്ള ആൾക്കാർ പറയും നിനക്ക് ആ ഒരു എന്താ പറയുക ചില കളർ നിനക്ക് റെഡ് ചേരില്ല, നിനക്ക് യെല്ലോ ചേരില്ല എന്നൊക്കെ പറയും. പക്ഷേ അതിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ളത് എല്ലാവർക്കും ആക്ച്വലി ചേരും. എല്ലാവർക്കും ചേരുന്നത് യെല്ലോവിൻ്റെ ഒരു പെർട്ടിക്കുലർ ഷെയ്ഡായിരിക്കും ഒരാൾക്ക് ചേരുന്നത്. ഒരു ഷെയ്ഡ് ഒരാൾക്ക് ചേരും, വേറൊരാൾക്ക് വേറൊരു ഷെയ്ഡാണ് ചേരുക. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ഞാൻ വേണമെങ്കിൽ പൂജനെ പറയാമായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഓക്കെ, പൂജേൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പൂജയുടെ ഒരു മൊത്തത്തിൽ നമ്മൾ ഇപ്പം ഞാനിപ്പോൾ പറയുന്നത് ഈ പറഞ്ഞ അനാലിസിസ് വെച്ച് നോക്കാതെയാണ്, ഡിജിറ്റൽ അനാലിസിസും വെച്ച് നോക്കാതെയാണ്. എന്നാലും നമ്മൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ പൂജയുടെ ഇപ്പോൾ ഹെയറിൻ്റെ ഒരു ടോൺ വെച്ചിട്ടും ഫേസിൽ നിന്ന് കൂടുതലായിട്ട് എടുത്ത് നിൽക്കുന്ന ഒരു ടോൺ കുറച്ചൊരു ഈ പറഞ്ഞ പിങ്കിൻ്റെ ഒരു ടോണാണ് കയറി നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടും ഓൾമോസ്റ്റ് നമുക്കൊരു കൂൾ കളർ പാലറ്റിലാണെന്ന് വെച്ചോ. അതിൽ തന്നെ കൂളിൽ
പൂജയുടെ ബോഡി ഈ പറഞ്ഞുകൊണ്ട് നമുക്ക് ബോഡിയിലേക്ക് ഫോക്കസ് വരികയെന്ന് വെച്ചാൽ അതായത് ബോഡിക്ക് കുറച്ചും കൂടെ മെലിഞ്ഞതായിട്ട് തോന്നണം എന്നുള്ളതാണെങ്കിൽ ഈ കൂൾ ടോൺസിൽ തന്നെ ഡാർക്കർ ഷെയ്ഡ്സ് നമ്മൾ ചൂസ് ചെയ്യണം. ഓക്കെ. ലൈറ്റർ ചൂസ് ചെയ്യണം. കളേഴ്സ്? ഡാർക്കർ ടോൺസ് എന്ന് വെച്ചാൽ ഇൻ ദ സെൻസ് ബ്ലൂ നമുക്ക് ചൂസ് ചെയ്യാം. കൂൾ ടോൺസിൽ എന്ന് പറയുമ്പോൾ നോർമലി അതിനകത്ത് ബ്ലൂ ആയിരിക്കും മിക്സ് ആയിട്ടുണ്ടാവുക. അതിനകത്തൊരു ഡാർക്കർ ടോൺസിൽ ഈ ബ്ലൂ നമുക്ക് മിക്സ് ചെയ്യാം. ബ്ലൂ എടുക്കാം, നമുക്ക് നേവി ബ്ലൂ എടുക്കാം, നമുക്ക് ബ്ലാക്ക് ഡെഫിനറ്റ്ലി നമുക്ക് എടുക്കാം. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി കൂൾ കളറാണ്. എല്ലാവരുടെയും വിചാരം എല്ലാവരുടെയും യെസ് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ കൂൾ ഷെയ്ഡ്. ആ കൂളാണോ? എല്ലാവരും നോർമലി പറയുന്നതേ, ഞാൻ ഒരുപാട് പേരുടെ അടുത്ത് കേൾക്കുന്നതാണ്. ക്ലയൻസ് വരുന്ന സമയത്ത് പെൺകുട്ടികളുടെ അടുത്ത് ചോദിക്കുകയാണ് ഏതാണ് ഏറ്റവും നന്നായിട്ട് സ്യൂട്ടബിൾ ആവുന്ന കളർ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും ബ്ലാക്ക് 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 യൂണിവേഴ്സൽ കളർ. ഓക്കെ. ബോയ്സിനടുത്ത് ചോദിക്കുകയാണെങ്കിൽ ബ്ലൂ. അവർക്ക് ബ്ലൂ ഇട്ടൊരു കളിയില്ല. അതെന്താണ് ഈ കാര്യം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, പക്ഷെ ബ്ലൂ അങ്ങനെയാണ് അവർ പറയുക. അപ്പം ഈ ബ്ലാക്ക് എന്ന് പറയുന്നതും സത്യത്തിൽ ബ്ലാക്ക് കൂൾ കളർ പാലറ്റിൽ വരുന്നതാണ്. വാം സ്കിൻ ടോണുള്ള ആൾക്കാർക്ക് സത്യത്തിൽ ഈ ബ്ലാക്ക് ചേരില്ല. പക്ഷേ ഈവൻ ദോ നമ്മൾ ഈ ബ്ലാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു ക്ലാസി വൈബ് തോന്നും എന്നുള്ളത് കൊണ്ട് അത് സൈക്കോളജിക്കലി അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ അത് ചൂസ് ചെയ്യുക. അതുകൊണ്ട് ഞാൻ പിന്നെ പേഴ്സണൽ കളർ പാലറ്റ് ഉണ്ട്. കളർ സൈക്കോളജി എന്ന് പറഞ്ഞിട്ട് ഡിഫറെൻ്റ് ആയിട്ട് വേറൊരു ടോപ്പിക് ഉണ്ട്. കളർ സൈക്കോളജി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിടുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു എനർജി കിട്ടും. നമ്മൾ ഭയങ്കര ലോ ആയിട്ടൊക്കെ ഇരിക്കാന്ന് വെച്ചോ, ഒരു റെഡ് ഡ്രസ്സ് നമ്മളെടുത്തിട്ടാൽ പെട്ടെന്നൊരു കിക്ക് കിട്ടിയതുപോലെ ഉണ്ടാവും. കിള്ളിപ്പച്ച ഒരു യെല്ലോ ഇട്ട് കഴിഞ്ഞാൽ അത് ഹാപ്പി കളറാണ് കുറേ ആൾക്കാർക്ക്. ഇപ്പം നമ്മളുടെ പിങ്ക് പോഡ്കാസ്റ്റിന്റെ പിങ്ക് എന്ന് പറഞ്ഞാൽ അത് സോഫ്റ്റ് ആണ്, ഭയങ്കര സോഫ്റ്റർ അങ്ങനത്തെ ഒരു സാധനം. അത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു കുറച്ച് ലൈറ്റ് പിങ്ക്. അപ്പം നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് വരുന്നൊരു കാര്യം കുറച്ചുകൂടെ നമ്മൾ ഇപ്പം അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരാളായിട്ട് തോന്നും. മേ ബി അതുകൊണ്ടായിരിക്കും പിങ്ക് എന്നുള്ളത് നമ്മുടെ ഫീമെയിൽ എന്നുള്ളൊരു സാധനത്തിലേക്ക് കയറ്റി വെച്ചേക്കുന്നത്. ബിക്കോസ് അത് സോഫ്റ്റ് എന്നുള്ളതാണ്, അങ്ങനെയായിരിക്കാം. അപ്പം അതുകൊണ്ടായിരിക്കും. അതേപോലെ തന്നെയാണ് ബ്ലൂ എന്നുള്ളത്. അപ്പം നോർമലി ആണുങ്ങൾ കുറച്ചും കൂടി മസ്കുലൈൻ സാധനത്തിലോട് ചേർത്ത് വെക്കുന്നതും അവരുടെ ബ്ലൂ എന്ന് പറയുന്നത് നമ്മൾ സൈക്കോളജിക്കലി ഉള്ള പ്രൈമറി കളറാണ്, അവരുടെ ഒരു മേജർ കളറാണ്. സൈക്കോളജി ബേസ് ചെയ്തിട്ട് ഒന്ന് കുറച്ച് റിലാക്സ്ഡ് ആയിട്ടുള്ളതും കുറച്ച് കാമായിട്ടുള്ളതും കുറച്ച് ബാലൻസ്ഡ് ആയിട്ടുള്ളതും അങ്ങനെയൊക്കെയുള്ളൊരു കളറാണ്. നമ്മൾ ഈവൻ എനിക്കൊന്ന് ബ്രാൻഡിങ്ങിൻ്റെ എടുക്കുമ്പോഴേ ബ്രാൻഡിങ്ങിൽ അവർ ബ്ലൂ വെക്കുന്നത് മേജറായിട്ട് ആ വിശ്വാസ്യതയും കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം ഉണ്ട്. കളർ സൈക്കോളജി ഡെഫിനറ്റ്ലി യെസ്, അത് വലുതാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ പറഞ്ഞ പേഴ്സണൽ കളർ പാലറ്റ് വെക്കുമ്പോൾ ചില കളേഴ്സ് നമുക്ക് ഇടുന്ന സമയത്ത് നമുക്ക് വിത്തൗട്ട് മേക്കപ്പ് നമ്മുടെ സ്കിന്ന് ഗ്ലോ ചെയ്യാൻ തുടങ്ങും. ട്രൂ. അതെ. ഓക്കെ. ഈ മസ്റ്റാർഡ് യെല്ലോ പോലത്തെ കളറൊക്കെ പെട്ടെന്ന് അതാണ് പൂജയുടെ കളേഴ്സ് അല്ലേ. അത് പറഞ്ഞ അത് ഭയങ്കരമായിട്ട് അപ്പം തന്നെ ഗ്ലോ ചെയ്യാൻ തുടങ്ങും. ബിക്കോസ് നമ്മൾ ആ കളർ പാലറ്റിലാണ് ഉള്ളത്, അതുകൊണ്ടാണ് അതങ്ങനെ അത് ചേരുന്നത്. അല്ലാതെ ആൾക്കാർക്ക് മറ്റേ കുറച്ച് ഡസ്കി ആണെങ്കിൽ ഇത് ചേരില്ല, അങ്ങനെ ഒന്നുമില്ല, അങ്ങനത്തെ ഒരു റൂളേ ഇല്ല. അത് നോർമലി പറയുന്നത് പണ്ടുള്ള ആൾക്കാരുടെ ഒരു ഇതിൽ അവർ പറയുന്നത് ഈ കളർ ഇന്നൊക്കെയാണെങ്കിൽ എല്ലാ കളർ അല്ല, ഈ കുറച്ച് ഫെയർ ആണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് ലൈറ്റർ സ്കിൻ ടോൺ ആണെങ്കിൽ എല്ലാം ചേരും എന്നുള്ളത് അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. അതും തെറ്റാണ്, ചേരില്ല. അതിൽ അവരെ കുറച്ച് ഡള്ളാക്കുന്ന കളേഴ്സ് ഉണ്ട് ഒരുപാട്. അപ്പോൾ ഇത് ഈ പറയുന്ന ഇത് രണ്ടാൾക്ക് ഡസ്കി ആണെങ്കിലും ശരി, ലൈറ്റർ സ്കിൻ ആണെങ്കിലും ശരി, മീഡിയം സ്കിൻ ആണെങ്കിലും ശരി, എല്ലാവർക്കും ഈ ഒരു സാധനം റൂള് ബാധകമാണ്. എല്ലാ കളേഴ്സും എല്ലാവർക്കും ചേരില്ല ഈ 16 കളർ പാലറ്റിൽ നിന്ന്. പക്ഷെ അതിനകത്തും നമുക്ക് വേറൊരു കാര്യം, ഇടയ്ക്കൊരു സമയത്ത് പേസ്റ്റൽ ഷെയ്ഡ്സ് നമുക്ക് ഭയങ്കര ഇന്നായിരുന്നൊരു കാലമുണ്ട്, ട്രെൻഡിലുണ്ടായിരുന്നു. ഓൾസോ ഇപ്പം എനിക്ക് ഇപ്പം പുറത്തുള്ള NRI ക്ലയൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് എപ്പോഴും അവർ പറയുക അവിടെ കൂടുതലായിട്ട് അവർ കാണുന്നത് ഈ പറഞ്ഞ കളേഴ്സ്, പേസ്റ്റൽ പോലത്തുള്ള കളേഴ്സാണ് അവർ കാണുന്നത്. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ കളർഫുള്ളായിട്ട് നടക്കാൻ അവർക്കൊരു പേടി വരും, ബിക്കോസ് അവർ ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്യപ്പെടുക. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോഴും അതിൻ്റെ അകത്തും ആക്ച്വലി നമ്മളുടെ ഓരോ കളർ പാലറ്റിലും ന്യൂട്രൽ കളേഴ്സ് ഉണ്ട്, അവർക്ക് ചേരുന്ന ന്യൂട്രൽ കളേഴ്സ് ഉണ്ട്. ഞാൻ എപ്പോഴും എല്ലാവരുടെ അടുത്തും നോർമലി ഫസ്റ്റ് ഒരു ചോയ്സ് ആയിട്ട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്, അതായത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അതായത് നമ്മൾ ന്യൂട്രൽ ആണോ വാം ആണോ കൂളാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദ്യം ചോദിക്കുന്നൊരു കാര്യം, നിങ്ങൾക്ക് ഒരു 3 ചോയ്സ് തരാണ്, വൈറ്റ്, ഓഫ് വൈറ്റ്, ക്രീം, ഏത് ചൂസ് ചെയ്യുമെന്ന് ചോദിക്കും. അപ്പോൾ ക്രീം എന്ന് പറയുമ്പോൾ ആൾക്കാരൊന്നും ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഞാൻ പറയും കേരള സാരിയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ കേരള സാരിയിലെ അപ്പോൾ ആ ക്രീമാണ് നിങ്ങൾക്ക് നന്നായിട്ട് സ്യൂട്ടബിൾ ആവുന്നതെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ വാം ആയിരിക്കും. വൈറ്റാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവുന്നതെങ്കിൽ നിങ്ങൾ കൂളായിരിക്കും, കൂൾ അണ്ടർ ടോണിലായിരിക്കും. ഇനി ഓഫ് വൈറ്റ് ആണ്, ഈ രണ്ടും അല്ല, ഓഫ് വൈറ്റ് ആണെങ്കിൽ നിങ്ങൾ ന്യൂട്രൽ ആയിരിക്കും. ഓക്കെ. നമ്മൾ നേരത്തെ ഈ ഗോൾഡിൻ്റെയും റോസ് ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും ഇത് പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഹാൻഡ് ബാഗ്സ്
അതും പലപ്പോഴും കൺഫ്യൂസിങ് ആണ്. ഇപ്പം പൊതുവെ ഒരുവിധം ഒരു ജനറൽ ഒരു ഗേൾസിന് അല്ലെങ്കിൽ ഒരു വിമനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ഹാൻഡ് ബാഗ്സ് ഒന്നും ഉണ്ടാവില്ല. കുറച്ചൊരു രണ്ടൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഭാഗ്യം. എൻ്റെ അടുത്തൊന്നും ഒരെണ്ണം രണ്ടെണ്ണം ഉള്ളൂ. ഓക്കെ. സോ ഇത് എങ്ങനെയാണ് പെയർ ചെയ്യുക ഓരോ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഹാൻഡ് ബാഗ്സ് ഉള്ളത് നല്ലതായിരിക്കും? അതും ഞാൻ പറയുന്നത് അപ്പം അത് ബോഡി ഷേപ്പ് അനുസരിച്ചിട്ടും ബോഡിയുടെ ഹൈറ്റ് അനുസരിച്ചിട്ടും ഹാൻഡ് ബാഗ് ചൂസ് ചെയ്യുന്നതിനകത്തും ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഇപ്പം ഹൈറ്റ് കുറഞ്ഞ ഒരാളാണെന്ന് വെച്ചോ, നമ്മൾ ഭയങ്കര സ്ലിംഗ് ബാഗ് ഒക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് ഈ സ്ലിങ്ങിന് ഇപ്പം ഇവിടുന്ന് നമ്മൾ ഇട്ടു ഈ ഒരു ഭാഗത്ത് വരെ കിടക്കുന്ന ചെറുതായിട്ടുള്ള ഹാൻഡ് ബാഗ്സ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ ഈ കൈയുടെ ഭാഗം കുറച്ചും കൂടി ചെറുതായിട്ട് തോന്നും. കുറച്ചും കൂടി ചെറുതായിട്ട് തോന്നുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഹൈറ്റ് കുറഞ്ഞതായിട്ട് തോന്നും. അങ്ങനെയുള്ളവർക്ക് ഇത് കുറച്ച് ലെങ്തിയർ ആയിട്ട് കിടക്കുന്നതാണ്, ആ സ്ലിങ് കുറച്ചും കൂടി ലെങ്തിയർ ആയിട്ട് കിടക്കുന്നതാണ് അവർക്ക് എപ്പോഴും നല്ലത്. ആൻഡ് ഈ ബാഗിൻ്റെ തന്നെ അതിൻ്റെ ഒരു വീതിയും അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഇപ്പം അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം കുറച്ച് റൗണ്ടഡ് ഫീച്ചേഴ്സ് ഉള്ള ബോഡിയാണെന്ന് വെച്ചോ, കുറച്ച് ഹെവി ആയിട്ടുള്ള കുറച്ച് സ്ട്രക്ചർ കുറഞ്ഞ ഭയങ്കര സ്ലൗച്ചി ആയിട്ടുള്ള ഈ ഒരു ഭാഗമൊക്കെ കുറച്ച് ഇങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ട് അല്ലാതിരിക്കുകയാണെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് സ്ട്രക്ചർ കൊണ്ടുവരാൻ നമുക്ക് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള റെക്റ്റാങ്കിളോ സ്ക്വയറോ ആയിട്ടുള്ള ഒരു ബാഗിൻ്റെ ഷേപ്പ് അങ്ങനെയുള്ള ബാഗ് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അവർക്കൊരു സ്ട്രക്ചർ തോന്നും. നേരെ മറിച്ച് കുറച്ച് ഭയങ്കര റെക്റ്റാങ്കിൾ ബോഡി ഷേപ്പിലുള്ള ഒരാളാണെങ്കിൽ അവർക്ക് ചെറിയ രീതിയിലുള്ള റൗണ്ട്നെസ് ഉള്ള രീതിയിലുള്ളൊരു ബാഗ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് പെർഫെക്റ്റ് ആയിരിക്കും. അത് നമ്മൾ ഈ ഡ്രസ്സിൻ്റെ അകത്ത് മാത്രമല്ല ഇത് കൊണ്ടുവരുന്നത്, ഈ ബാലൻസ് പുറത്ത് ആക്സസറീസ് ചെയ്യുന്ന എല്ലാത്തിലും കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയാണ്. ഓക്കെ. ഈ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ആൾക്കാർക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? പലപ്പോഴും സെയിം ഷെയ്ഡ് ഇപ്പം എനിക്കുണ്ടായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡ് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് മേടിച്ചിട്ട് ഞാൻ അവളുടെ അടുത്ത് അടി ഉണ്ടാക്കിയിട്ടുണ്ട്, ഇതല്ലല്ലോ ആ ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ട്. കാര്യം ഞാൻ ഇഷ്ടപ്പെട്ടത് വേറെ ഷെയ്ഡ്. അപ്പം അത് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. സോ നമുക്ക് പറ്റുന്ന ഷെയ്ഡ്, നമ്മുടെ ഫേസിന് പറ്റുന്ന ഷെയ്ഡ് നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യാം? അതും നേരത്തെ പറഞ്ഞ ആൾക്കാർ ഇതിൻ്റെ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഇപ്പോൾ ഒക്കെ കാണുന്ന കൂടുതലും വീഡിയോസിൽ ഇങ്ങനെ രണ്ടുപേരെ ലിപ്സ്റ്റിക് ഇട്ടിട്ട് കളർ തിയറി എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക. എനിക്ക് ശരിക്കും ചില സമയത്തൊക്കെ തോന്നാറുണ്ട് ഇവർക്ക് ശരിക്കും കളർ തിയറി മനസ്സിലായിട്ടാണോ അത് ചെയ്യുന്നതെന്നുള്ളത്. ബിക്കോസ് അത് കളർ തിയറി എന്ന് പറയുന്നതിനേക്കാളും അതിന് ബേസിക്കലി അത് ഈ പേഴ്സണൽ കളർ പാലറ്റിനകത്ത് വരുന്നൊരു കാര്യമാണ്. നമ്മൾ ഏതാണ് നമ്മളുടെ ഒരു സ്കിന്നിൻ്റെ ഒരു അണ്ടർടോൺ ഏത് പാലറ്റിലേക്കാണ് കയറിയിരിക്കുന്നത് എന്നുള്ളതനുസരിച്ചിട്ടാണ്. ചില ആൾക്കാർക്ക് റെഡ് ഇടുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് അവർക്ക് നല്ലതായിരിക്കും. ചില ആൾക്കാർക്ക് ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ റെഡ് ലിപ്സ്റ്റിക് ഇട്ടാൽ ആ ലിപ്സ്റ്റിക്ക് മാത്രം ഇങ്ങനെ എടുത്ത് നിൽക്കും. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മൾ മേക്കപ്പ് ചെയ്യുന്നത് നമ്മളെ കാണാൻ വേണ്ടിയിട്ടായിരിക്കണം, ബ്ലെൻഡ് ചെയ്യണം. അല്ലാതെ അത് എൻഹാൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടല്ല, അതല്ല കാണേണ്ടത്. പക്ഷെ ചില ആൾക്കാർക്ക് അത് വേണം എന്ന് പറഞ്ഞ് വരുന്നവരുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഞാൻ ഒരു ട്രെയിനിങ്ങിൻ്റെ ഒരു സെഷനിൽ പോയ സമയത്ത് അതിൽ അവർ പറയുന്നൊരു കാര്യം, അപ്പോൾ ഈവൻ ഡ്രസ്സിങ് ആയിക്കോട്ടെ ലിപ്സ്റ്റിക് ആയിക്കോട്ടെ കുറച്ച് വില കൂടിയൊരു സാധനം അവർ വാങ്ങിച്ചാൽ ഇപ്പം വില കൂടുന്ന ഇത് കൊണ്ട് തന്നെ അവർക്ക് അത് കാണിക്കണം, അതാണ് അവർ ഇട്ടേക്കുന്നുള്ളത് നോട്ടീസ് ചെയ്യണം. അപ്പോൾ അത് നോട്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ മാച്ച് ആയില്ലെങ്കിൽ അവർക്ക് കുഴപ്പമില്ല, ഞാനത് ഇട്ടിട്ടുണ്ടെന്ന് കാണിച്ചാൽ മതി എന്ന് പറയുന്നവരുണ്ട്. പേഴ്സണൽ ചോയ്സാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ അങ്ങനെ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂട്രൽ ആയിട്ടുള്ള സ്കിൻ ടോണുകൾ ഉണ്ടല്ലോ, ന്യൂട്രൽ ആയിട്ടുള്ള സ്കിൻ ടോണുള്ള ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് കുറച്ച് ന്യൂഡ് ലിപ് ഷെയ്ഡ്സ് നല്ലതായിരിക്കും. ന്യൂഡായിട്ടുള്ളത് അവർക്കാണ് കൂടുതലായിട്ട് ചേരുക. ന്യൂഡിൽ തന്നെ ഈ ഒരു പീച്ചും പിങ്കും ഇതിൻ്റെ മിക്സ് വരുന്നതാണെങ്കിൽ അവർക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അവർക്ക് ചേരും. പക്ഷെ നേരെ മറിച്ച് നമ്മൾ കുറച്ച് വാം സ്കിൻ ടോൺ ആണെങ്കിൽ അവർക്ക് കുറച്ച് ഓറഞ്ച് കയറി നിൽക്കുന്ന രീതിയിലുള്ള ലിപ്സ്റ്റിക്കാണ് അവർക്ക് ചേരുക. കൂൾ അണ്ടർടോൺ ആണെങ്കിൽ പിങ്കിൻ്റെ ഷെയ്ഡ്സാണ് അവർക്ക് ചേരുക. അപ്പം പൂജയുടെ കാര്യത്തിൽ പൂജ ഇട്ടേക്കുന്ന ലിപ് ഷെയ്ഡ് തന്നെ ഇപ്പം തന്നെ ഒരു പിങ്കിലേക്ക് കയറി നിൽക്കുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു യെസ്, ബിക്കോസ് പൂജ ഓൾറെഡി ഒരു പിങ്ക് അണ്ടർടോണിലുള്ള ഒരാളാണ്. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ ഇട്ടേക്കുന്ന ഈ വൈറ്റ് ചേരുന്നതിൻ്റെ വേറൊരു കാര്യം, പ്യുവർ വൈറ്റ് അതിനകത്ത് ചേരുന്നതിൻ്റെ വേറൊരു കാര്യം അതാണ്. അത് ഓൾമോസ്റ്റ് ഒക്കെ കൂൾ ടോണിലേക്ക് കയറി നിൽക്കുന്നത് കൊണ്ടാണ്. ഇതൊന്നും അറിയാനേ ഇതിൽ പെട്ടെന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ പൂജയുടെ കയ്യിലൊരു വാച്ച് ഉണ്ട്. വാച്ചിൻ്റെ അകത്ത് ആ വാച്ചിൻ്റെ ഭാഗത്ത് മാത്രമാണ് വാച്ച് കുറച്ച് എടുത്ത് നിൽക്കുന്നത്. അത് ഓൾമോസ്റ്റ് അതിനകത്ത് പറയുകയാണെങ്കിൽ അതിനകത്തൊരു ഗോൾഡൻ ഒരു കോപ്പർ മിക്സ് ഉണ്ടെങ്കിലും പക്ഷെ ഒരു ഗോൾഡൻ ടോണാണ് കയറി നിൽക്കുന്നത്, കുറച്ച് വാംനെസ് കയറി നിൽക്കുന്നുണ്ട്, അത് കയ്യിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇത് ബോയ് ഫ്രണ്ട് ഗിഫ്റ്റ് ഊരിക്കളയാ അവിടെ തല്ലേ ഇനി പറഞ്ഞ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഗിഫ്റ്റ് ചെയ്യാൻ.
അതാണ്. അതുപോലെ പൂജപ്പെട്ടേക്കുന്ന പൂജയുടെ മൂക്കുത്തി ഉണ്ട്. മൂക്കുത്തിയിൽ ആക്ച്വലി നോസ് പിന്നിൽ ഉള്ളത് ഒരു ഡയമണ്ട് സ്റ്റോൺ ആണെന്ന് തോന്നുന്നു. ഡയമണ്ട് സ്റ്റോൺ ആക്ച്വലി അത് ഉള്ളത് കൊണ്ട് തന്നെ വൈറ്റ് ആയ സ്റ്റോൺ ആയതുകൊണ്ട് തന്നെ അത് ഇതിൻ്റെ കൂടെ മാച്ചായി പോകുന്നുണ്ട്. നമ്മൾ അറിയാതെയാണ് ഇതൊക്കെ ചൂസ് ചെയ്യുക. പക്ഷെ നമ്മൾ അറിയാതെയാണെങ്കിൽ നമ്മൾ നോക്കും അതെ നമുക്ക് ഓക്കെ ആണോ എന്നുള്ളത്. പക്ഷെ അത് ഈ പറഞ്ഞൊരു ഫേസിലേക്കൊക്കെ അങ്ങനത്തെ സാധനം ആഡ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് ഈ കാര്യങ്ങളൊക്കെ നോക്കണം. എന്തോ ഭാഗ്യത്തിന് തോന്നണം. ഇപ്പം കൂടുതലായിട്ട് ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ് നെയിൽ എന്ന് പറയുന്നത്. നെയില് പല ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എന്താ പറയാ, ഓരോ ഒക്കേഷൻസിന് ഓരോ സെലിബ്രേഷൻസിന് അങ്ങനെയൊക്കെ നെയിൽ കസ്റ്റമൈസ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പല ഒക്കേഷൻസിന് വേണ്ടിയിട്ട് നെയിൽ ചെയ്യുന്നത്. ഇപ്പൊ ക്രിസ്മസ് ആണെങ്കിൽ ക്രിസ്മസ് തീം, ഓണാണെങ്കിൽ സദ്യയൊക്കെ ചെയ്യണം, അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഞാൻ ഒട്ടും നെയിൽ ഫാൻ അല്ല കേട്ടോ, എനിക്ക് നഖം വളർത്തുന്നത് ഇഷ്ടമല്ല. അപ്പൊ പക്ഷെ പലപ്പോഴും ഇതേപോലെ ഈ ഡ്രസ്സ് വേറൊരു കളറ്, ഈ നെയില് വേറെ ഒരു കളറിൽ വരുമ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു മിസ്മാച്ച് ഒക്കെ തോന്നിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ നെയിലിന്റെ സെലക്ഷൻ അല്ലെങ്കിൽ അതിന്റെ ഡിസൈനിന്റെ സെലക്ഷൻ ഒക്കെ എങ്ങനെയാ ചെയ്യേണ്ടത്? അതിലും എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒന്ന് ഈ പറഞ്ഞ വാം ടോൺ ആണെങ്കിൽ വാം ടോണിലുള്ള കളേഴ്സുകൾ എപ്പോഴും ചൂസ് ചെയ്യുക. കൂൾ ടോൺ ആണെങ്കിൽ അങ്ങനെയുള്ള കളേഴ്സ് ചൂസ് ചെയ്യുക. ന്യൂട്രൽ ആണെങ്കിൽ ഒരു ഓഫ് വൈറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കളേഴ്സ്, കുറച്ച് ഓഫ് കളേഴ്സ്, പേസ്റ്റൽ ഷെയ്ഡ്സ് പോലെയുള്ളത് ചൂസ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ അത് കൂടാതെ നമ്മൾ ഈ ന്യൂട്രൽ ഷെയ്ഡ്, ഞാൻ ആദ്യം പറഞ്ഞു ന്യൂട്രൽ ഷെയ്ഡ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും ഒരു പാലറ്റ് ഉണ്ടാവും. ന്യൂട്രൽ ഷെയ്ഡ്സിൻ്റെ പ്രത്യേകത അത് എല്ലാത്തിൻ്റെ കൂടെയും പോകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്രഞ്ച് ടിപ്പ് നെയിൽസ് ഉണ്ടല്ലോ. ഫ്രഞ്ച് ടിപ്പ് നെയിൽസ് എല്ലാ കാലത്തും ഇന്നാണ്. അത് എല്ലായിടത്തും പോകുന്ന, എല്ലാ ഒക്കേഷൻ്റെ കൂടെയും പോകുന്ന രീതിയിലാണ് ഫ്രഞ്ച് ടിപ്പ് നെയിൽസ് ഉള്ളത്. പക്ഷെ ചില ആൾക്കാർക്ക് നെയിലും നോട്ടീസ് ചെയ്യണം എന്നുണ്ടാവും. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അത് ഞാൻ നേരത്തെ പോലെ സ്റ്റേറ്റ്മെൻറ്റ് ഇയറിംഗ് എന്ന് പറയുന്ന പോലെ സ്റ്റേറ്റ്മെൻറ്റ് നെയിൽസ്. അപ്പോൾ അവർക്ക് അവരുടെ സ്റ്റേറ്റ്മെൻ്റ് ആണത്. അപ്പോൾ അവർക്ക് അതിനകത്ത് ഒരുപാട് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണ്. ഈവൻ അങ്ങനെയുള്ള ആൾക്കാർക്കും അതിനകത്ത് നോട്ടീസ് ചെയ്യണം നിർബന്ധം ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും കോംപ്ലിമെൻ്ററി കളേഴ്സ് പോവുക. കോംപ്ലിമെൻ്ററി കളേഴ്സ് എന്ന് വെച്ചാൽ ഇപ്പം അതും ഈ പറഞ്ഞ പോലെ കളർ തിയറിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിൽക്കുന്ന, നമ്മൾ കളർ വീൽ എടുക്കുമ്പോൾ കളർ വീലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് ഈ കോംപ്ലിമെൻ്ററി കളേഴ്സ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ നയൻതാരയുടെ വെഡ്ഡിങ്ങിൻ്റെ ലുക്ക് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം നയൻതാരയുടെ വെഡ്ഡിങ്ങിൻ്റെ ലുക്കിൽ ഒരു റെഡ് സാരിയാണ്, അതിൻ്റെ കൂടെ ഉള്ളത് ഒരു ഗ്രീൻ കളറിലുള്ള വർക്കുകൾ, അതിൻ്റെ ജ്വല്ലറിയാണ്. ആ ഗ്രീൻ ജ്വല്ലറി ആക്ച്വലി അത് പേർപ്പസ്ഫുള്ളി വന്നതാണ്, ബിക്കോസ് അത് കോംപ്ലിമെൻ്ററി കളറാണ്. ഗ്രീനിന് റെഡ് കോംപ്ലിമെൻ്റ് ചെയ്യും. കോംപ്ലിമെൻ്ററി കളറിൻ്റെ പ്രത്യേകത, അങ്ങനെ ഒരു കളറാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് രണ്ടും എടുത്ത് നിൽക്കും, ഒന്നും ഒന്നിൻ്റെ താഴെ പോകത്തില്ല. അപ്പോൾ രണ്ട് കളറും എടുത്ത് നിൽക്കണം, രണ്ട് കളറും ശ്രദ്ധിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഡ്രസ്സാണോ ഇടുന്നത് അല്ലെങ്കിൽ ഏതാണോ നമ്മളുടെ ഒരു ഒക്കേഷൻ വെയർ, ആ ഒക്കേഷൻ്റെ നേരെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന കളേഴ്സിലേക്ക് പോയാൽ മതി. അത് ഈസി ആയിട്ട് അങ്ങനെ ചൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ നെയിൽ എപ്പോഴും ക്ലാസി ആയിട്ട് ഇരുന്നാൽ മതി എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫ്രഞ്ച് ടിപ്പിലേക്ക് പോവാം. കുറച്ച് ക്ലാസി ഷെയ്ഡ്സിലുള്ള ഇപ്പോൾ ഉള്ള കുറച്ച് പേസ്റ്റൽ ഷെയ്ഡ്സിലേക്ക് പോവാം. ന്യൂട്രൽ കളേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ കുറച്ച് ഓഫ് വൈറ്റിലേക്ക് പോവാം. കുറച്ചൊരു ഇപ്പൊക്കെ ഉള്ള വേറൊരു ട്രെൻഡ് എന്ന് പറയുന്നത് കുറച്ചൊരു ഡീപ്പ് മെറൂൺ കളർ വരും, ഒരു അങ്ങനത്തെ ഒരു കളർ, ഒരു ഓൾമോസ്റ്റ് ഒക്കെ ബർഗണ്ടിയിലേക്ക് കയറി നിൽക്കുന്ന രീതിയിലുള്ള ഗ്ലാസ് നെയിൽസിൻ്റെ ഒരു കാലമാണ് ഇപ്പോൾ ഉള്ളത്. ഗ്ലാസ് നെയിൽസ് ആണ്, കാറ്റൈ എന്ന് പറയും. അപ്പോൾ കാറ്റയിലും ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഈ കൊറിയൻ ട്രെൻഡ് കണ്ടിട്ടാണ് പല ആൾക്കാരും നെയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അവിടെയുള്ളൊരു രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അവരുടെ സ്കിൻ ടോൺ തന്നെ വ്യത്യാസമുണ്ട്, അത് ചിലപ്പോൾ നമുക്ക് അതുപോലെ സ്യൂട്ടബിൾ ആവില്ല. രണ്ടാമത്തെ കാര്യം, അവിടെ യൂസ് ചെയ്യുന്ന, കൊറിയയിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നെയിൽ പോളിഷസിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ കാറ്റൈ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട്. അതിവിടേക്ക് വരുന്ന തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ ഒരു ചോപ്സ്റ്റിക്ക് വെച്ചാൽ കഴിക്കുന്നില്ല. കൈ വെച്ചാൽ കളർ മാറും. കൈ വെച്ച് കഴിച്ചാൽ ഡെഫിനറ്റ്ലി അത് വെയിലത്ത് കാണിച്ചു കഴിഞ്ഞാൽ അത് മാറും, തിരിച്ച് ഒറിജിനൽ കളറിലേക്ക് വരും. ആൻഡ് കമ്മിങ് ടു ദി ഫൈനൽ പാർട്ട്, ഇതൊരു പേഴ്സണൽ ടച്ച് എന്നുള്ള രീതിക്ക് ഞാൻ ചോദിക്കുകയാണ്. നമ്മുടെ ഇപ്പം പിങ്ക് ആയിട്ട് അസോസിയേറ്റ് നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് സോറ. സോ സോറ ഓൾസോ പെർഫ്യൂംസ് ഭയങ്കരമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന, പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. അപ്പം അതോട് ചേർത്ത് വെച്ച് തന്നെ നമ്മൾ ചോദിക്കുകയാണ് കേട്ടോ, അതായത് പെർഫ്യൂമിലും ഭയങ്കര അധികം കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടിയാണ് പെർഫ്യൂം എന്ന് പറയുന്നത്. ബിക്കോസ് സ്മെല്ല് എന്ന് പറയുന്നത് ഭയങ്കര മെമ്മറിയും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. ഇപ്പം ഞാനിപ്പോൾ എന്നിട്ട് വന്ന പെർഫ്യൂം മേ ബി ഇപ്പം നാളെ എവിടെയെങ്കിലുമൊക്കെ വീണ പോയി കഴിഞ്ഞാൽ അതന്ന് പൂജ എന്നെ ഓർമ്മ വരും, അങ്ങനെ ഒരു കാര്യം. സോ
ഇപ്പൊ പല ആൾക്കാരും ഏത് പെർഫ്യൂമാണ് നമുക്ക് സ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ സൂട്ടബിൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളത് അറിയില്ല. മിക്ക പെൺപിള്ളേരും ആക്ച്വലി ഇപ്പൊ കാണുന്നത് ഫ്ലോറലായിട്ട് കുറച്ച് മൈൽഡായിട്ടും, ഈ ആൺകുട്ടികൾ ഈ കൂടുതൽ യൂസ് ചെയ്യുന്ന ലെതർ, കുറച്ചുകൂടെ ഒരു ടൊബാക്കോ അതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. വേറെ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫ്ലേവേഴ്സ് നമുക്ക് ആക്ച്വലി പെർഫ്യൂംസിൽ കൊണ്ടുവരാൻ പറ്റും പേഴ്സണലൈസ് കസ്റ്റമൈസ് ചെയ്യുമ്പോൾ? ഓക്കെ, പെർഫ്യൂംസിൽ എനിക്ക് മേജറായിട്ട് നമുക്ക് കുറച്ച് ഈ പറഞ്ഞ പോലെ ക്ലാസി വൈബായിട്ടൊക്കെ ഫീൽ ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും ബെറ്റർ വാനിലയാണ്. വാനിലയിൽ ഒരുപാട് സോഫിസ്റ്റിക്കേഷൻ കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ടാണ് ഈ മറ്റേ കയാളി പെർഫ്യൂംസിലൊക്കെ അവർ വാനിലയിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തേക്കുന്നതിൻ്റെ മെയിൻ കാര്യം. വാനിലയാണ് ഒരുവിധം എനിക്ക് തോന്നുന്നു ലക്ഷറി ബ്രാൻഡുകളൊക്കെ കൂടുതലായിട്ട് പോയി പിക്ക് ചെയ്യുന്നൊരു, എപ്പോഴും നോക്കുന്ന ഒരു പെർഫ്യൂമിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് വാനില ആയിരിക്കും. പക്ഷേ വാനിലയിൽ തന്നെ ഒരു മിക്സ് വരുമ്പോൾ അത് മാറും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് പെർഫ്യൂമിൽ പച്ചോളിയുടെ സ്മെല്ല് വന്നാലും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റില്ല. പച്ചോളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട്. അപ്പോൾ അതിൻ്റെ സ്മെല്ല് വന്നാൽ എനിക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ പച്ചോളി എന്ന് പറയുന്നത് ആക്ച്വലി ശരിക്കും അത് ലോങ് ലാസ്റ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പക്ഷേ എനിക്ക് ആ മിക്സ് എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ നോർമലി നോക്കുന്ന മേജർ കാര്യം പച്ചോളി എന്തെങ്കിലുമൊക്കെ ഇല്ല എന്നുള്ളതാണ്. അത് നോക്കിയിട്ടാണ് ഞാൻ അത് എടുക്കുക. മിക്സ് നോക്കും സ്വാഭാവികമായിട്ട്. ഞാൻ മറ്റേ ഓരോന്ന് ടോപ്പ് നോട്ട്സ് ബേസ് നോട്ട്സ് വരെ എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ അത് എടുക്കുക. ബിക്കോസ് എനിക്ക് ഇപ്പം നമ്മൾ ഒരിക്കലും ഒരു പെർഫ്യൂം ഫസ്റ്റ് നമ്മൾ സ്മെല്ല് ചെയ്യുന്നതല്ല അത് കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവുക. ബിക്കോസ് അതിന് ടോപ്പ് നോട്ട്സ് ആയിരിക്കും ഏറ്റവും ആദ്യം അത് ഓപ്പൺ ആവുക, പിന്നീട് മിഡിൽ നോട്ട്സിലേക്ക് വരും, മിഡിൽ നോട്ട്സ് ഓപ്പൺ ആയി, പിന്നെ ഏറ്റവും ലാസ്റ്റ് ബേസ് നോട്ട്സിലാണ് വന്നത് നിൽക്കുക. അപ്പോൾ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഈ ഒരുവിധപ്പെട്ട നല്ല പെർഫ്യൂംസ് ഒക്കെ ആണെങ്കിൽ അത് ഭയങ്കര കോംപ്ലക്സ് ആയിരിക്കും, ഒറ്റ നോട്ടിലല്ല പോവുക. അതിങ്ങനെ ഓരോ സമയത്ത് അതിങ്ങനെ ഓരോന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ചില ഭയങ്കര എന്താ പറയുക, എനിക്ക് അത്തരം കോംപ്ലക്സ് ആയിട്ടുള്ള പെർഫ്യൂംസാണ് ഇഷ്ടം. കുറേ ഇത് കിട്ടുന്നത്, കുറേ ലെയേഴ്സ് നമുക്ക് കിട്ടാൻ പറ്റും. കാരണം എനിക്ക് ആക്ച്വലി പേഴ്സണലി ഒരു സ്വഭാവം ഉണ്ട്. ഇതേപോലെ പെർഫ്യൂം എടുത്ത് വെക്കുന്ന ഈ ഇതുണ്ടല്ലോ, അത് ഞാൻ എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോകും. എന്നിട്ട് പിന്നെ സ്മെല് ചെയ്യുമ്പോൾ ആക്ച്വലി വേറെ സ്മെല്ല് വരും. പക്ഷെ അപ്പൊ ഞാൻ ആക്ച്വലി കൊണ്ടുപോകുന്നത് നോട്ട് ഡൗൺ ചെയ്യണം, ഓക്കെ ഇത് ഏതാന്ന് പറയാം. പക്ഷെ അവിടെ എത്തുമ്പോഴേക്കും എനിക്ക് തന്നെ കൺഫ്യൂസിങ് ആവും ഇത് ഏതാണ് എന്നുള്ളത്. ഇത്രയും ഇപ്പം ഇപ്പം നമുക്കൊരു പെർഫ്യൂം എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് അല്ലെങ്കിൽ ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ അടുത്ത് ഒരു പെർഫ്യൂം ചൂസ് ചെയ്യുമ്പോൾ അതെങ്ങനെ മനസ്സിലാവും നമുക്ക് ഇതിന്റെ ഇത്ര ലെയേഴ്സ് ഉണ്ട്, ആദ്യം വരുന്ന സ്മെല്ലല്ല പിന്നെ 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 വരുന്നത്, അതൊക്കെ എങ്ങനെ നമുക്ക് ആക്ച്വലി? അത് എനിക്ക് തോന്നുന്നത് നമ്മൾ സീരിയസ് ആയിട്ട് അത്തരം സാധനങ്ങൾ നമ്മൾ സ്മെല്ല് ചെയ്യുമ്പോഴാണ് നമുക്ക് നോട്ട്സ് പോലും മനസ്സിലാവുക. ഇപ്പം എന്താണ് നമ്മൾ ഇപ്പോൾ ഫ്രൂട്ടി ഫ്ലോറൽ എന്നൊക്കെ പറഞ്ഞാലും ചില സമയത്ത് ഫ്രൂട്ടി എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവില്ല. പക്ഷെ എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് ഫ്രൂട്ടിൻ്റെ സ്മെല്ല് കിട്ടും. അത് നമ്മൾ കുറച്ചും കൂടെ നമ്മളെ ട്രെയിൻ ചെയ്തേക്കുന്നതായിരിക്കും, നമ്മുടെ സെൻസറി ഓർഗൻസിനെ നമ്മൾ ട്രെയിൻ ചെയ്തേക്കുന്നതിൻ്റെ കൊണ്ടും കൂടിയാണ്. പിന്നെ ഞാൻ വിചാരിക്കുന്നത് ഞാൻ കുറച്ച് ന്യൂറോ ഡൈവേർജൻ്റ് ആയിട്ടുള്ള ഒരാളാണെന്നാണ് ഇത്തരം കാര്യങ്ങളിൽ. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഇത്തരം സാധനങ്ങൾ ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ എനിക്ക് ഈവൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഈ പറഞ്ഞ മെമ്മറി പോലും ഉണ്ടാവുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സൂക്ഷിച്ച് അത്തരം സാധനങ്ങൾ ചൂസ് ചെയ്തുള്ളൂ. എന്നാലും ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു പെർഫ്യൂം എടുത്താൽ അതടിച്ച് അത് ഈ പറഞ്ഞ പോലെ ഇപ്പം എവിടെയെങ്കിലും പോയി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒരു റൗണ്ടൊക്കെ പോയി എന്നിട്ട് വരിക. അതല്ലെങ്കിൽ പെർഫ്യൂം വാങ്ങണം എന്നുണ്ടെങ്കിൽ പെർഫ്യൂമിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് അവരുടെ നോട്ട്സ് കറക്റ്റായിട്ട് നോക്കുക. നോട്ട്സിൽ ടോപ്പ് നോട്ട്സ് ഉണ്ടാവും, മിഡിൽ നോട്ട്സ് ഉണ്ടാവും, ബേസ് നോട്ട്സ് ഉണ്ടാവും. അത് നോക്കുക, അതിൻ്റെ അകത്ത് ഏതൊക്കെയാണുള്ളത് നോക്കുക. അത് വേണമെങ്കിൽ വേറൊന്നിൽ ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ നോക്കിയിട്ട് നമുക്കത് സൂട്ടബിൾ അല്ലാത്ത സാധനങ്ങൾ നമ്മൾ ചൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മള് ഈ ഹോട്ട് സീറ്റ് പറഞ്ഞ പോലെ ലൈക്ക് എൻ്റെ കയ്യിൽ ഒരു 2000 rupees ഉണ്ട്. ആൻഡ് ഞാൻ ആ 2000 rupees കൊണ്ട് ഞാൻ ഓടി വീണയുടെ അടുത്തേക്ക് വരികയാണ്, വീണ പ്ലീസ് എന്നെ സ്റ്റൈൽ ചെയ്യൂ എന്നും പറഞ്ഞ് ഈ 2000 രൂപയുടെ ഉള്ളിൽ എന്തായിരിക്കും വീണ എനിക്ക് മേടിച്ചു തരാൻ പോകുന്നതും സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത്? ഓക്കെ, നമ്മൾ ഈ 2000 രൂപ കൊണ്ട് ചിലപ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുക ഇത് എവിടെ നിന്നാണ് വാങ്ങേണ്ടതെന്ന് നോർമലി ഒന്ന് ചോദിക്കും. ഇപ്പം എനിക്ക് നോർമലി ഇപ്പം ഒരു 600 രൂപയും കൊണ്ട് മുംബൈയിൽ കൊളാബയിൽ പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഒരാളെ പെട്ടെന്ന് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. പക്ഷെ അതിപ്പോൾ കേരളത്തിൽ ഇരിക്കുന്നത് കൊണ്ട് 2000 രൂപ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനൊരു റാപ്പ് ഡ്രസ്സ് തരും. റാപ്പ് ഡ്രസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇവിടെ ഈ ഒരു വേസ്റ്റിൻ്റെ ഭാഗത്തൊരു കെട്ടാൻ ഒരു സാധനം പോലെ വരുന്ന രീതിയിലുള്ള ഒരു റാപ്പ് ഡ്രസ്സ് തരും. ഓക്കെ, ബിക്കോസ് വേസ്റ്റിൻ്റെ ഭാഗം എനിക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോളിഡ് കളർ പറയാം ഡെഫിനറ്റ്ലി. അപ്പോൾ അതിന് ഓൾമോസ്റ്റ് നമ്മളൊരു 600 rupees എന്ന് വെച്ചോ. 600 rupees ഡെഫിനറ്റ്ലി ഒരു നല്ല റാപ്പ് ഡ്രസ്സ് കിട്ടും കൊളാബയിലൊക്കെ ആണെങ്കിൽ.
ഒരു സോളിഡ് കളർ തന്നെ കിട്ടും, കുറച്ച് ലക്ഷൂറിയസ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഫാബ്രിക്കിൽ തന്നെ നമുക്കത് കിട്ടും. ആൻഡ് റാപ്പ് ഡ്രസ്സ് ആകുമ്പോൾ ബോഡി ഷേപ്പ് നമ്മൾ കുറച്ചൊന്ന് ഒതുങ്ങിയതായിട്ട് ഫീൽ ചെയ്യും, കുറച്ചും കൂടി കുറച്ച് ഇടുമ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ 600 റുപ്പീസ് അവിടെ കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ അതിന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു ഇയറിങ്ങിലേക്ക് പോകും. ഇയറിങ്ങിൽ പോകുമ്പോൾ ഇയറിങ്ങിൽ ഞാൻ കുറച്ച് വലുതായിട്ടുള്ള ഒരു ഇയറിങ് തരുന്നു എന്ന് വെച്ചോ. കാരണം നമ്മൾ വേറെ ആക്സസറീസിലേക്ക് നെക്കിൽ പോകുന്നില്ല. നെക്കിൽ പോവാതിരിക്കുമ്പോൾ ആക്സസറീസ് ഒരു മേ ബി ഒരു സിൽവറിൻ്റെ ബേസിസിലൊക്കെയുള്ള അല്ലെങ്കിൽ റോസ് ഗോൾഡ് ബേസിസിലുള്ള ഒരു ഫ്ലവറിൻ്റെ രീതിയിലുള്ള കുറച്ച് വലുതായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ തോന്നാം, എന്നാൽ സ്റ്റേറ്റ്മെൻറ്റും അല്ല, അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു ഇയറിങ് ചൂസ് ചെയ്യുന്നു വെച്ചോ. അതിനാണെങ്കിൽ അവിടെ ഒരു ഓൾമോസ്റ്റ് ഒരു 200 റുപ്പീസ്. ഓക്കെ, അപ്പോൾ 1200 ബാക്കി. ഓക്കെ, ദെൻ അടുത്തത് ഫുഡ് വെയറിലേക്ക് പോകും. ഫുഡ് വെയറിലേക്ക് പോകുമ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുക കൂടുതലും ഒരു ന്യൂഡ് ഹീൽസ് ആണ്. ഹീൽസ് ഇടില്ല. പ്ലാറ്റ്ഫോം ഹീൽസ് ആണെങ്കിലോ വെഡ്ജസ് ആണെങ്കിലോ ഓക്കെ, വെഡ്ജസിൽ തന്നെ ഞാൻ പറയുന്നത് പ്യോർ ആയിട്ടുള്ള വെഡ്ജസിലേക്ക് പോകുന്നില്ല, അതിനൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു വെഡ്ജസ് കൊടുക്കുന്നു. സ്ട്രക്ചേർഡ് വെഡ്ജസ് എന്ന് ഉദ്ദേശിച്ചത് ഞാൻ പറയുന്നത് ഒരു, അതായത് നമ്മൾ വെഡ്ജസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് നോർമലി ഇരിക്കുക, അതിൻ്റെ അകത്തൊരു ചെറിയൊരു എവിടെയെങ്കിലും ഒരു കട്ടും കൂടെ വന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തും ഈക്വൽ ആയിരിക്കും, എന്നാൽ അതിനൊരു സ്ട്രക്ചർ ഉണ്ടാവും. സോ അങ്ങനെയുള്ളൊരു ന്യൂഡ് ഹീൽസ്, അതിൻ്റെ കളേഴ്സ് ഓൾമോസ്റ്റ് എനിക്ക് ബ്രൗൺ ടു ഒരു ഈ ന്യൂഡ് കളറിലേക്ക് കയറി ബേജ് കളറിലേക്ക് കയറി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഹൈറ്റ് തോന്നും കുറേ കൂടി. ഓക്കെ, ഓൾറെഡി നമ്മൾ കുറച്ച് മെലിഞ്ഞതാക്കി ബോഡി കൊടുത്തു, ഇതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഹൈറ്റ് വെപ്പിച്ചു, ഇത് സ്റ്റേറ്റ്മെൻറ്റ് ഇയറിങ്സ് കൊടുത്തു. അപ്പോൾ അതിന് ഓൾമോസ്റ്റ് ലൈക്ക് അതിനൊരു 600 എന്ന് വെച്ചോ. അപ്പോൾ ഇപ്പോൾ എത്രയായി? ഇനി 600 രൂപ ബാക്കിയുണ്ട്. ഇനി 600 രൂപയിൽ നമുക്ക് ഞാൻ ഈ മേക്കപ്പിലേക്ക് പോകണ്ടല്ലോ, ആക്സസറീസിൽ തന്നെ നിന്നാൽ പോലെ. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് നമുക്ക് വരുന്നത് ബാഗിലേക്ക് പോവാം. ഓക്കെ, അതിൽ നമുക്ക് ബാഗ് കൊടുക്കാം, അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഹാൻഡ് കഫ് പ്ലസ് ഒരു ഫിംഗറിങ്ങും കൂടെ കൊടുക്കാം. ഹാൻഡ് കഫ് പ്ലസ് ഫിംഗറിങ് വരുന്ന ഒരേപോലെ വരുന്നത് ഇപ്പോൾ ട്രെൻഡിലുള്ളൊരു കാര്യമാണ്. സോ നമ്മൾ വേറെ ആക്സസറീസ് ഒന്നും കൊടുക്കണ്ട, ഇയറിങ് കൊടുത്തിട്ടുണ്ട്, നെക്ക് പീസ് വേണ്ട, നേരെ കയ്യിലേക്ക് പോവാം. അതിന് ഓൾമോസ്റ്റ് അവിടെ ആണെങ്കിൽ ഒരു 200-250 നിൽക്കും. ഓക്കെ, പിന്നെ ബാലൻസ് എത്രയുണ്ട്? 350. 350 ആണുള്ളത്. ഓക്കെ, 350 ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒരുപാട് വലുതല്ലാത്ത രീതിയിൽ, ഒരുപാട് ലക്ഷറി അല്ലാത്ത രീതിയിൽ ഒരു ക്ലച്ചും കൂടി വാങ്ങാം. ഞാനത് ആലോചിച്ചു. ഓക്കെ, ഇതിൻ്റെ കൂട്ടത്തിൽ ബെറ്റർ ഒരു ക്ലച്ച് വാങ്ങുന്നതായിരിക്കും. ഇപ്പം നമ്മൾ എടുത്ത ഡ്രസ്സിൻ്റെ കളർ ഏതായിരുന്നു പൂജയ്ക്ക് ഏത് കളർ? സോളിഡ് കളർ. പൂജയ്ക്ക് ഏത് കളറാണ് വേണ്ടത്? വേണമെങ്കിൽ ഒരു ബ്രൗൺ ഓർ മെറൂൺ. ഓക്കെ, മെറൂണിലെടുത്തു. ഇപ്പോൾ ക്ലച്ച് നമ്മൾ എടുക്കുമ്പോൾ ക്ലച്ച് ഇതുമായിട്ടൊന്ന് മാച്ചായി പോകണം. എന്താ അതിൽ പിന്നെ ബ്രൗണിലേക്ക് കയറേണ്ട. പൂജ ഓൾറെഡി ഒരു കൂൾ ടോണിലാണ് നിൽക്കുന്നത്. നമ്മളുടെ ആക്സസറിയിൽ വന്നിരിക്കുന്നത് ഒരു റോസ് ഗോൾഡിൻ്റെ എലമെൻ്റ് ആണ്. സോ ക്ലച്ചിൽ സിൽവർ ഡീറ്റെയിലിംഗ് ഉള്ള ഒരു ബ്ലാക്ക് ക്ലച്ച്. ഓക്കെ, ഗുഡ്. ഓക്കെ, 350 കത്തം സ്റ്റൈൽ ചെയ്തു കഴിഞ്ഞു. സോ അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ബട്ട് ഐ റിയലി തിങ്ക് സോ ഇതൊരു നമ്മുടെ ഓഡിയൻസിന് ഇതൊരു റെഫറൻസ് വീഡിയോ ആയിട്ട് അവർ എടുത്തു വെക്കാൻ തോന്നുന്നു. കാരണം ഇനിയിപ്പം ഓഫീസിൽ പോകുന്ന ആൾക്കാരാണെങ്കിലും ഇതെടുത്തിട്ട് കൊച്ചെന്താ പറഞ്ഞത് വീണ്ടും ഇതിരുന്ന് കാണും തോന്നുന്നു. ബിക്കോസ് ഞാൻ പോലും ചിന്തിക്കാതെ, അല്ലെങ്കിൽ ഇപ്പം ഈ റൂമിലുള്ള ബാക്കി ആൾക്കാർ മെന്നിനായാലും വിമനായാലും ഒരുപാട് സ്റ്റൈലിംഗ് ടിപ്സ് പറഞ്ഞു. ആൻഡ് ഐ നോ ദാറ്റ് വീണയ്ക്ക് ഇനിയും കുറേ കാര്യങ്ങൾ പറയാണ്ടത്. ലൈക്ക് വീണ യു ഹാവ് സ്റ്റഡീഡ് ലൈക്ക് ഓൾ ദാറ്റ് തിങ്. സോ അപ്പം നമ്മുടെ ഭാഗമായിട്ട് വീണ ഇത്രയും ക്യൂട്ടായിട്ട് നമ്മുടെ അടുത്ത് വന്ന് സംസാരിച്ച് നല്ല രീതിക്ക് പ്രസൻറ്റ് ചെയ്തതുകൊണ്ട് നമ്മുടെ പിങ്കിൻ്റെ ഭാഗത്തുനിന്നും നമ്മുടെ സോരയുടെ ഭാഗത്തുനിന്നും ഒരു ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ട്. ഓക്കെ, സോ ഇതാണ്. അപ്പം ഞാൻ ട്രിം ആയി കഴിഞ്ഞാൽ എൻ്റെ ഫേസ് ഹാർട്ട് ഷേപ്പ് ആവുമെന്ന് പറഞ്ഞില്ലേ? അപ്പം അത് മുൻകൂട്ടി ഞാൻ തരാണ്, എൻ്റെ ഹൃദയം. ഓക്കെ, താങ്ക് യു സോ മച്ച്. So, that's it. Let's pink it.